ലോകസ്ഥാപനത്തിങ്കൽ തന്നെ ദൈവം തൻ്റെ പദ്ധതികൾ സകലവും പ്ലാൻ ചെയ്തു. 6 ദിവസം കൊണ്ട് മനുഷ്യനെയും ഭൂമിയിലുള്ള സകലത്തെയും ദൈവം സൃഷ്ടിച്ചു. താൻ ചെയ്ത സകല പ്രവൃത്തികളിൽ നിന്നും 7-ാം ദിവസം നിവർത്തനായി. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള സകല കാര്യങ്ങളും ഈ 7 ദിവസത്തെ പ്രവൃത്തിയിൽ ദൈവം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ അന്ത്യനാളിനെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചും വ്യക്തമായി നാം മനസ്സിലാക്കണം. ദൈവവചനം പറയുന്നു, യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. അതുകൊണ്ട് ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആ നാളുകൾ കള്ളനെപ്പോലെ നിങ്ങളെ പിടിക്കാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു. പിതാവിൻ്റെ 7 ദിവസത്തെ പ്രവൃത്തിയെക്കുറിച്ചും അതിൽ തന്നെയുള്ള യേശുക്രിസ്തുവിൻ്റെ 3 ദിവസത്തെ പ്രവൃത്തിയെക്കുറിച്ചും ദൈവത്തിൻ്റെ ആത്മാവ് ദൈവദാസൻ ഷാജി ജോസഫിലൂടെ നമ്മോട് സംസാരിക്കുന്നു. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ? കുഞ്ഞാട്ടിൻ നിണം പോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോ. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ? കുഞ്ഞാട്ടിൻ നിണം പോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താനവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താനവർക്കെന്നുമേ. ചെങ്കടലും മിസ്രയീം സൈന്യനിരയും ഭീഷണിയായി മുമ്പും പിമ്പും ഭീതിപ്പെടുത്തിടുമ്പോ. ഭീകരമാ ചെങ്കടലും മിസ്രയീം സൈന്യനിരയും ഭീഷണിയായി മുമ്പും പിമ്പും ഭീതിപ്പെടുത്തിടുമ്പോ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താനവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താനവർക്കെന്നുമേ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം ഈ ഹോളിലായിരിക്കുന്ന, ഈ ശബ്ദപരിധിയിലായിരിക്കുന്ന സകലരെയും അറിയിക്കുകയാണ്. പ്രിയരെ, ഒരു കാര്യം ഞാൻ വീണ്ടും നിങ്ങളെ ഓർപ്പിച്ചോളട്ടെ, ഇത് അന്ത്യകാലമാണ്. ശ്രദ്ധയോടെ നമ്മളുടെ ജീവിതത്തെ നാം ക്രമപ്പെടുത്തിയാൽ നമുക്ക് നല്ലത്. ഗ്ലോറി. ഈ ലോകം മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും ഇരിക്കുന്നത് വെറും ചതിക്കുന്ന തന്ത്രങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നമ്മളായിരുന്നാൽ നമുക്ക് നല്ലത്. ഭക്തിയുടെ മൂടുപടമോ ഭക്തിയുടെ അവതരണമോ ഒന്നും മനുഷ്യനെ പറ്റിക്കാമെന്നല്ലാതെ നമ്മുടെ ഉടയവനെ പറ്റിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളതെല്ലാം വിട്ടുകളഞ്ഞിട്ട്
ബി ജെന്യുൻ, ഒറിജിനൽ ആകുക. ഹല്ലേലൂയ. ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, ഒരു എഞ്ചിനീയറിംഗ് കോളേജ് എഞ്ചിനീയേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഒരു മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നാൽ ഭൂമി, എർത്ത് ഈസ് ഗോഡ്സ് സൺസ് കോളേജ് in a classroom called church. ഭൂമി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഭൂമിയിലൂടെ ദൈവം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ദൈവപുത്രന്മാരെയാണ്. സഭ എന്ന ക്ലാസ് റൂമിൽ ഇരുത്തിയ പഠനം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ നമ്മളായിരിക്കണം. എന്നാൽ എല്ലാ ക്ലാസ് റൂമും എല്ലാ സഭകളിലും ഇരുന്ന ഈ പഠനം നടക്കത്തില്ല. ഇതിൽ കൂടുതലും ബീസ്റ്റ് ലൈക്ക് ചർച്ചസ് ആണ്. ബീസ്റ്റ് ലൈക്ക് ചർച്ചസ്, ബീസ്റ്റ് ലൈക്ക് ചർച്ച് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്താണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചോളണം. ഈ ഞാൻ ഇന്നലെ ഒരു സുവിശേഷ യാത്ര കഴിഞ്ഞ് കടന്നു വന്നത്, ഈ യാത്രയിൽ കർണാടകയിലെ ദാവൺഗര എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഒരമ്മച്ചി ഒരു നല്ലൊരു ചോദ്യം ചോദിക്കാനിടയായി. ആ അമ്മച്ചി ഒരു ഹെഡ്മിസ്റ്റർ, ഒരു സ്കൂളിന്റെ HM ആണ്. നമ്മളുടെ പല മീറ്റിങ്ങുകളിലും കടന്നു വന്ന് ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായി. ദാവൺഗര ദേശത്തെ 2 മീറ്റിംഗ് അമ്മച്ചിയാണ് അറേഞ്ച് ചെയ്തത്. അമ്മച്ചി എന്നോടൊരു ചോദ്യം ചോദിച്ചു, ദേവദാസനെ ഞാൻ ഏത് ചർച്ചിലാണ് പോകണ്ടേ? ഒരു ചോദ്യം. പല ചർച്ചുകളുണ്ട് ആ സിറ്റിയിൽ, ഏത് ചർച്ചിലാണ് പോകണ്ടേ? ഞാൻ അമ്മച്ചിയോട് എൻ്റെ ഹൃദയത്തിൽ അപ്പം പ്രകാശിച്ച ഒരു കാര്യം അവിടെ പറയുകയുണ്ടായി. ഒരു പക്ഷേ ഈ ഹോളിലായിരിക്കുന്ന, ഈ ശബ്ദപരിധിയിലായിരിക്കുന്ന, കാഴ്ചപരിധിയിലായിരിക്കുന്ന നിങ്ങൾക്ക് ഇതേ ചോദ്യം ഉണ്ടാകും. പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെയാണ് ഉദിപ്പിച്ചത്. അമ്മച്ചിയുടെ ചുറ്റും ചില റൂമുകളാണ് സങ്കല്പിച്ചാട്ടെ. അതിൽ ഒരു റൂം നിറച്ച് ഹൈഡ്രജൻ, വേറൊരു റൂം നിറയെ നൈട്രജൻ, വേറൊരു റൂമില് ഒന്നുമില്ല, ഏറെയില്ല, വാക്യൂമാ. വേറൊരു റൂമില് ഇതാ ഓക്സിജൻ. അമ്മച്ചിയോട് ദൈവം തമ്പുരാൻ പറയുക, മോളെ നിനക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുത്തു, ഏത് റൂമിൽ പാർക്കണോ നീ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അമ്മച്ചി ഏത് തിരഞ്ഞെടുക്കും? ഹൈഡ്രജൻ ഉള്ള റൂം തിരഞ്ഞെടുക്കുവോ? നൈട്രജൻ ഉള്ള റൂം തിരഞ്ഞെടുക്കുവോ? ഇതൊന്നുമില്ലാത്ത empty ആയ റൂം തിരഞ്ഞെടുക്കുവോ? അതോ ഓക്സിജൻ ഉള്ള റൂം തിരഞ്ഞെടുക്കുവോ? അമ്മച്ചി ചാടി പറഞ്ഞ് ഞാൻ ഓക്സിജൻ ഉള്ള റൂമേ തിരഞ്ഞെടുക്കുള്ളൂ. അങ്ങനെ തന്നെ ഇവിടെയും ചെയ്താൽ മതി. നിത്യജീവന്റെ മൊഴികൾ എവിടെ ഉണ്ടോ ആ ചർച്ച് തിരഞ്ഞെടുക്കുക. അല്ലാത്തത് തിരഞ്ഞെടുത്താൽ മനുഷ്യരെ പ്രസാദിപ്പിക്കാം, അപകടമാണ്. പത്രോസ് ചെയ്തത് അങ്ങനെയാണ്. നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? ഇവിടെ വേറെ ആരെയും പ്രസാദിപ്പിക്കാനല്ല. ജീവിത പങ്കാളിയെയോ അങ്കിളിനെയോ ആന്റിയെയോ പാസ്റ്ററെയോ ഒന്നുമല്ല പ്രസാദിപ്പിക്കണ്ടേ. ജീവിത പങ്കാളി പറയുകയാണ് കുറച്ചേരം ശ്വസിക്കണ്ടെന്ന് പറഞ്ഞ് ശ്വസിക്കാണ്ടിരിക്കുവോ? കുഞ്ഞെ, ഇതെന്റെ ജീവന്റെ വിഷയമാണ്, എനിക്ക് ശ്വസിച്ചേ പറ്റൂ. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോ ഈ ലോക ജീവിതത്തിൽ മനുഷ്യരെ സ്നേഹിക്കുക, ദൈവത്തെ അനുസരിക്കുക, ബുദ്ധിയുള്ളവരായിരിക്കുക. ഞാൻ വൈകിട്ട് കിടക്കുമ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഒരു 3 മണി വരെ 4 മണി വരെ നോർമലി ഒരല്പം മയങ്ങും. മയങ്ങി 4 മണിയായില്ല, ഒരു 3:35 ആയുള്ളൂ. ആ സമയം പെട്ടെന്ന് എഴുന്നേറ്റ് ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്, ഒരു ഒറ്റ ഉടുപ്പിട്ട കയ്യിലേറേണ്ട ധൂപക്കുറ്റി പോലത്തെ എന്തോരോ സാധനമായിട്ടാണ് ഒരൊറ്റ ഉടുപ്പിട്ട ഒരാള് ചാടിയും കയറിയങ്ങ് വരികയാണ്. അപ്പോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു പള്ളിയിലെ അച്ഛനെ പോലെയാണ്, വെള്ള ഉടുപ്പ്, ധൂപക്കുറ്റി, പെട്ടെന്ന് ചാടി, കണ്ണ് ഇത്തിരി വലിയൊരു തലയാ, ഇത്തിരി കണ്ണ് മുഴിപ്പിച്ച് തന്നെ നോക്കുക, ഇങ്ങനെ നോക്കുക.
പറഞ്ഞപ്പോൾ അത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉറക്കത്തിൽ തന്നെ ഞാൻ അതിനോട് തിരിച്ചു പറയുന്നുണ്ട്. എൻ്റെ അകത്തുനിന്നൊരു സ്വരം കയറി, ഫോൾസ് പ്രോഫറ്റ്. അകത്തുനിന്ന് കയറി സ്വരം കയറി. ഞാൻ ഉടനെ പറഞ്ഞു, ഔട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇത് കേട്ടു. പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. പക്ഷെ അതിനു മുമ്പ് ഇന്ന് രാവിലെ കർത്താവ് എനിക്ക് തന്ന വചനം എന്ന് പറയുന്നത്, എൻ്റെ ആത്മാവിൽ രൂപപ്പെട്ട വചനം എന്ന് പറയുന്നത്, എങ്ങനെ ഈ ഫോൾസ് പ്രോഫറ്റിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും വളരെ എളുപ്പത്തിൽ. ഫോൾസ് പ്രോഫറ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ കർത്താവ് പറഞ്ഞ മാർഗം എന്ന് പറയുന്നത് ഇതാ. ഫോൾസ് പ്രോഫറ്റ് അവർ യേശുവിനെ അനുഗമിക്കുന്നതിനെ കുറിച്ച് അവർ പ്രസംഗിക്കത്തില്ല. അവരതിന് ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. യേശുവിനെ അനുഗമിക്കുന്നതിനെ കുറിച്ച് ഇമ്പോർട്ടൻസ്. പ്രിയരെ ശ്രദ്ധിച്ചാട്ടെ, ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഫോൾസ് ചർച്ച്. അവരെ സംബന്ധിച്ച് യേശുവിനെ അനുഗമിക്കുന്ന പാർട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. അതാണ് ഈ ക്രിസ്ത്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. യേശുവിനെ അനുഗമിക്കുക. ആ അനുഗമിക്കുമ്പോഴാണ് നമ്മുടെ പുറത്തെ മനുഷ്യൻ തകരുകയും അകത്തെ ദൈവപുത്രൻ വെളിപ്പെടുകയും ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞത്, ഈ സ്ത്രീ ചെയ്ത കാര്യം സുവിശേഷം ലോകത്തിൻ്റെ ഏതെല്ലാം കോണുകളിൽ പ്രസംഗിക്കുന്നുവോ അവിടെയെല്ലാം ഈ സ്ത്രീ ചെയ്ത കാര്യം. ഏതാണ് ആ സ്ത്രീ ചെയ്തത്? ആ വെൺകൽ ഭരണി പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലുള്ളതിനെ വെളിയിൽ കൊണ്ടുവന്ന കാര്യം. എൻ്റെ സുവിശേഷം ലോകത്തിൽ എവിടെയെല്ലാം പ്രസംഗിച്ചു അവിടെയെല്ലാം ഡിസ്കസ് ചെയ്യപ്പെടുമെന്ന് ഞാൻ സത്യം ചെയ്തു പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? അകത്തെ മനുഷ്യൻ പുറത്തിറങ്ങുന്ന ശുശ്രൂഷ യേശുവിനെ അനുഗമിക്കുമ്പോൾ മാത്രമേ നടക്കൂ. യേശുവിനെ അനുഗമിക്കുമ്പോൾ മാത്രമേ ഇതാ ക്രോസ്, കുരിശെടുക്കുക, തന്നെത്താൻ ത്യജിക്കുക എന്ന പദ്ധതി ഉള്ളൂ. ഇതാ ബീസ്റ്റ് ലൈക്ക് ചർച്ച്, ഫോൾസ് പ്രോഫറ്റ്, അവര് യേശുവിനെ അനുഗമിക്കുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം ഏതാണ് ഫോൾസ് ചർച്ച്. യേശുവിനെ അനുഗമിക്കുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല, കുരിശ് ക്രോസ് പ്രസംഗിക്കത്തില്ല, സെൽഫ് ഡിനയൽ പ്രസംഗിക്കത്തില്ല. കർത്താവ് യേശു വ്യക്തമായിട്ട് പറഞ്ഞു, എന്നെ ഒരുവൻ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എൻ്റെ പുറകെ വരട്ടെ. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മൾ ബോൺ അഗൈൻ കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ബോൺ അഗൈൻ ആകേണ്ട ആവശ്യമില്ല. ഒറ്റ പ്രാവശ്യം ബോൺ അഗൈൻ ആയാൽ മതി. ഗ്ലോറി. ഇനി തുടർന്ന് നമ്മളുടെ അവസാനം വരെ, ഈ വിശ്വാസ ജീവിതത്തിന്റെ അവസാനം വരെ നമ്മൾ ഏതിൻ്റെ പാതയിലായിരിക്കണം? നമ്മൾ സെൽഫിനെ, സ്വയത്തെ ത്യജിക്കുന്ന പാതയിലായിരിക്കണം. മനസ്സിലായോ? അല്ലാതെ സ്വയത്തെ പാലൂട്ടി വളർത്തുകയല്ല ചെയ്യുന്നത്. അതിന് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ നന്നായി ഉപയോഗിക്കണം. വചനം പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ദൈവവചനം പറഞ്ഞോണ്ടേ ഇരിക്കും. എന്ത് ചെയ്തോളണം? എൻ്റെ ഇഷ്ടപ്രകാരം ദൈവദാസം വചനം മാറ്റില്ല. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവദാസം വചനം പറഞ്ഞുകൊണ്ടേ ഇരിക്കും. നിങ്ങളുടെ ഉത്തരവാദിത്വം ഇത്രയേ ഉള്ളൂ. അത് വചനത്തിലുണ്ടോ ഇല്ലയോ? വചനത്തിലുള്ളതാണ് എങ്കിൽ എന്ത് ചെയ്തോളണം? എൻ്റെ ഇഷ്ടത്തെ ത്യജിച്ച്, അതിൻ്റെ പേരാണ് ക്രൂശിൽ മരിക്കുക. ത്യജിച്ച് ദൈവത്തിന്റെ ഇഷ്ടത്തെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊള്ളണം. ഗ്ലോറി. ഇത് ഇപ്പൊ മാത്രമല്ല, ഇതൊരു കഷ്ടമാണ്, ഇതൊരു പ്രയാസമാണ്. ആർക്കാ പ്രയാസം? നമ്മളുടെ പഴയ ആ മനുഷ്യൻ ഇതൊരു പ്രയാസമാണ്. ഈ കഷ്ടം സഹിക്കുന്ന ഒരു മനോഭാവം നമ്മൾ ആയുധമായി എടുത്തുകൊള്ളണം. ഇതാണ് ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 4 പറയണ. ഇതൊരു ആയുധമാണ് നമ്മുടെ. ഈ ആയുധം കൊണ്ടാണ് ആരെ വെട്ടി വീഴ്ത്തുന്നത്? നമ്മുടെ അകത്തെ പാപം ചെയ്യുന്ന പഴയ മനുഷ്യനെ വെട്ടി വീഴ്ത്തുന്ന ആയുധമാണ് ഈ കഷ്ടത്തിന്റെ സഹനം. മനസ്സിലായോ? ഇതാണ് ഫസ്റ്റ് പീറ്റർ 4:1 and 2 പറയുന്നത്. ഗ്ലോറി. ഇതുകൊണ്ടാണ് ദൈവവചന ഹെബ്രായ ലേഖനം 10:36 പറയുന്നത്, ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നമുക്ക് ആവശ്യം. ഗ്ലോറി. അപ്പൊ ഈ ഒരു സഹനത്തിലൂടെ പോയേ പറ്റത്തുള്ളൂ.
ഗ്ലോറി ടു ഗോഡ്. അപ്പൊ ഈ യാത്രയില് പലരെയും നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും പിണക്കേണ്ടതായിട്ട് വരും. കാരണം നമ്മൾ ആരുടെ സെൽഫ് എടുക്കുന്നില്ല? നമ്മുടെ സെൽഫ് എടുക്കുന്നില്ല. അപ്പൊ പിന്നെ വേറെ ആൾ വന്നിട്ട് പറയാം എന്റെ സെൽഫ് എടുക്കാൻ പറഞ്ഞാലോ? കുഞ്ഞെ, ഞാൻ എന്റെ സെൽഫ് എടുക്കുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെ നിന്റെ സെൽഫ് എടുക്കുക? നീ ഒരുപക്ഷെ ജീവിത പങ്കാളിയായിരിക്കാം, കൂടെ പിറന്ന ആളായിരിക്കാം, ഒരുപക്ഷെ രക്തബന്ധത്തിലുള്ള ആളായിരിക്കാം. ഞാൻ എന്റെ സ്വയം എടുക്കുന്നില്ല, അപ്പൊ ഞാൻ എങ്ങനെ നിന്റെ സ്വയം എടുക്കുക? അപ്പോൾ അവരുമായിട്ട് നമ്മൾ മാറേണ്ടതായിട്ട്, അകലേണ്ടതായിട്ട്, അവർ ഓട്ടോമാറ്റിക് നമ്മളിൽ നിന്ന് അകന്ന് മാറും. ഗ്ലോറി ടു ഗോഡ്. കാരണം ഈ യാത്രയിൽ ദൈവത്തോടടുക്കുമ്പോൾ ദൈവത്തോടടുക്കാൻ താല്പര്യമില്ലാത്ത മനുഷ്യൻ നമ്മളോട് അകന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഇതൊക്കെ ഒരു വിലയാണ്. ഈ വില കൊടുക്കാൻ നാം തയ്യാറാകണം. ഗ്ലോറി ടു ഗോഡ്. കാരണം നമ്മൾ ഇന്ന് കടന്നു പോകുന്ന എക്സാം, ആ എക്സാം നാം പാസ്സായാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഇന്നിന്ന ക്വാളിഫിക്കേഷനുകൾ ഉള്ളവർ അവർ യേശുവിനോട് ചേർന്ന് ഇതാ ഭരിക്കാൻ തുടങ്ങാൻ പോകുന്നു. അപ്പൊ ചെറിയൊരു പൊസിഷനൊന്നുമല്ല നമുക്ക് ലഭ്യമാകാൻ പോകുന്നത്, വലിയൊരു പൊസിഷൻ ആയതുകൊണ്ട് നമ്മുടെ മുൻപിലുള്ള എക്സാമും അതേപോലത്തെ ഉള്ളതായിരിക്കും. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോ ഞാൻ ഇന്ന് കണ്ടത് മനസ്സിലാക്കിയത് പറഞ്ഞതേ ഉള്ളൂ. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ഫോൾസ് ചർച്ച് ഇതാ അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്: they will never give much importance to follow Jesus Christ. Amen. They rarely preach cross and self-denial. Glory, hallelujah. അവർ ബോണഗേം പ്രസംഗിക്കും, അഭിഷേകം പ്രസംഗിക്കും, ഹിരോഗസൗഖ്യം, ഡെലിവറൻസ് ഒക്കെ ഉണ്ടാകും. പക്ഷേ ഫോളോ ജീസസ് ക്രൈസ്റ്റ് അത് വളരെ കുറച്ച്, വളരെ മൈന്യൂട്ടായിട്ട് എന്തെങ്കിലും, അതായത് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ ഞങ്ങൾ അതും പറയുന്നുണ്ടെന്ന് പറയാൻ വേണ്ടി മാത്രം അതൊന്ന് പറയും. ഞാൻ ഇപ്രാവശ്യം ഈ യാത്രയിലെ ഒരു പാസ്റ്ററെ ഞാൻ കണ്ടു. പാസ്റ്ററെ പ്രസംഗം കഴിഞ്ഞപ്പോൾ, പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ പാസ്റ്ററിനോട് പറയാ, see this same subject we are preaching. ഞങ്ങൾ ഇത് തന്നെയാ പ്രസംഗിക്കൊണ്ടിരിക്കണേ. അപ്പോ അവിടെയുള്ള ഒരു വ്യക്തിയോട് ചോദിച്ചു, ഇതാണ് ഇവിടെ പ്രസംഗിക്കണേ? പാസ്റ്റർ പറഞ്ഞല്ലോ, ഇതൊന്നുമല്ല പുള്ളി പ്രസംഗിക്കണേ ഇവിടെ. ഇതാ വിശ്വാസി പറയാണ്, ഇതൊന്നുമല്ല ഇവിടെ പ്രസംഗിക്കുന്നേ. പക്ഷെ പാസ്റ്റർ പറഞ്ഞ എന്താ? ഇത് തന്നെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നേ. അപ്പൊ ഇവരുടെ ചിന്ത എന്ന് പറയുന്നത് ഇതാ ഒട്ടും താഴാൻ അവർക്ക് മനസ്സില്ല. താഴാതെ ദൈവം ഒന്നും പഠിപ്പിച്ചും കൊടുക്കത്തുമില്ല. ഗ്ലോറി, താഴ്മയുള്ളവർക്കാണ് ദൈവം കൃപ കൊടുക്കുക. അപ്പോ ഈ നാളുകളിൽ പ്രിയ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചോളണം, വിശ്വാസത്യാഗത്തിന്റെ നാളുകളാണ്. അത് ശക്തമാകാൻ പോവുകയാണ്, ശക്തമാകാൻ പോവുകയാണ്. ഗ്ലോറി, നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത് അതാണ്. ഗ്ലോറി, വിശ്വാസത്യാഗത്തിന്റെ നാളുകൾ. ആ ത്യാഗത്തിന് എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് നാം മനസ്സിലാക്കാൻ പോവുകയാണ്. മറ്റൊരു ഭാഗം കൂടി നാം മനസ്സിലാക്കാൻ ദൈവം അനുവദിക്കുന്നെങ്കിൽ, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഗ്ലോറി, തുടർന്ന് നമുക്ക് സമയമുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കും, തടുക്കുന്നവൻ വഴിയിൽ നിന്നും മാറിയാൽ മതി. എന്താണ് തടുക്കുന്നത്? ആരാ തടുക്കുന്നത്? ധാരാളം ദുരുപദേശങ്ങളൊക്കെ ഞാനൊക്കെ ബൈബിൾ കോളേജിലും ചർച്ചിലൊക്കെ പഠിച്ചു കയറിയത്. തുടർന്ന് ദൈവവചനത്തിലേക്ക് വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഇതൊന്നുമല്ല, ഇതിനൊന്നും തെളിയിക്കാൻ വചനം പോലും ആരുടെ കയ്യിലും ഇല്ല. ചുമ്മാ അതും ഇതൊക്കെ എന്തെങ്കിലും പറയുന്നതല്ലാതെ ഒരു വചനം ചോദിച്ചാൽ പറയാനായിട്ട് പ്രോപ്പറായിട്ടൊരു വചനം ഇല്ല ആരുടെ കയ്യിലും. ഗ്ലോറി. പക്ഷേ വ്യക്തമായ ദൈവം കാര്യങ്ങളെ തന്റെ ആത്മാവിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഗ്ലോറി. അപ്പോ നമ്മളത് മനസ്സിലാക്കാൻ പോയ പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്നു. ഈ ഇടയ്ക്ക് ഒരു ക്ലാസ്സിൽ മാത്രം വരുന്നത് വലിയ അപകടമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഒരു ദിവസം വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇടയ്ക്ക് ഒരു ക്ലാസ്സിൽ വന്ന് കയറി കഴിഞ്ഞാൽ ആകെപ്പാടെ കൺഫ്യൂഷനാണ്, ഇത് മൊത്തം ദുരുപദേശമാണെന്നുള്ള ചിന്തകൾ കയറി വരും. കാരണം ഇതൊരു 7 days and 3 days പ്രൊജക്റ്റിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ പഠിക്കുന്നത്. ഞങ്ങൾ പഠിച്ചതിന്റെ ബാലൻസ് ആണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ശബ്ദപരിധിയിൽ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ എപ്പിസോഡുകൾ കേട്ടതിന് ശേഷം ഇത് കേൾക്കുവാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യം ഇതാണ്: യേശുക്രിസ്തുവിന്റെ മധ്യാകാശവരവും സഭ യേശുക്രിസ്തുവിലേക്ക്, ഒരുക്കപ്പെട്ടിരിക്കുന്ന ജനം യേശുവിലേക്ക് എടുക്കപ്പെടുന്നതുമാണ് നാം മനസ്സിലാക്കിയത്. ഇതുമായിട്ടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കി,
വിവർത്തനം അല്ല എങ്കിൽ നമ്മളുടേതായ എക്സ്പ്ലനേഷനുകൾ ആവശ്യമുള്ള ഭാഗങ്ങളുമുണ്ട്. എന്നാൽ നമ്മൾ ഒരു എക്സ്പ്ലനേഷൻ നടത്താതെ വളരെ സ്പഷ്ടമായിട്ട് വചനം പറയുന്ന വാക്യങ്ങളും ഉണ്ട്. അപ്പോൾ ഒരിക്കലും സ്പഷ്ടമായിട്ട് പറയുന്നതിനെ നമ്മളുടെ വ്യാഖ്യാനം കൊണ്ട് അതിനെ തെറ്റാക്കരുത്. അങ്ങനെ തെറ്റാക്കിയാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, എന്റെ വചനത്തോട് നീ ഒന്നും കൂട്ടരുത്, കൂട്ടിയിട്ട് നീ കള്ളനായി പിടിക്കപ്പെടാനായിട്ട് ഇടയാകരുത്. ഇതിൽ നിന്നൊന്ന് കുറച്ച് ഇതിൽ നിന്നൊന്ന് കൂട്ടി ജീവവൃക്ഷത്തിലും ജീവന്റെ പുസ്തകത്തിലുള്ള നിന്റെ പങ്ക് നീ നഷ്ടമാക്കി കളയരുത്. മാത്രമല്ല ഇതിനോട് കൂട്ടിയിട്ട് ഈ പുസ്തകത്തിൽ പറയുന്ന ബാധകൾ നിന്റെ മേൽ വരാനും ഇടയാകരുത്. അപ്പോ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചു കൊള്ളണം, നമുക്ക് ഈ ലോകത്തെ ജനത്തെ സ്നേഹിക്കാം, പക്ഷേ ദൈവത്തെ നമുക്ക് പ്രീതിപ്പെടുത്താം. കാരണം സത്യം നമുക്ക് സംസാരിക്കാം. വേറെ നമുക്ക് യാതൊരു ബെനിഫിറ്റും അല്ലാതെ ഇല്ല. ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുമ്പോൾ, എന്നോടൊക്കെ ചോദിച്ചാൽ നേരത്തെ എന്തുകൊണ്ട് ഇങ്ങനെ പ്രസംഗിച്ചെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഞങ്ങൾ അതാണ് പഠിച്ചത്, ഞങ്ങൾ പഠിച്ചതാണ് ഞങ്ങൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പഠിപ്പിച്ചതെന്ന് ആ പഠിപ്പിച്ചവരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങളതാണ് പഠിച്ചത്. ഇങ്ങനെ പഠിച്ചത് പാടാനല്ല നമ്മളെ വെച്ചിരിക്കുന്നത്, ആത്മാവ് പറയുന്നത് പറയാനാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, അങ്ങനെ വരുമ്പോൾ കുറച്ച് വിലയെല്ലാം കൊടുക്കേണ്ടതായിട്ട് വരും. എന്നാലും ഭൂമിയിൽ ഒരു വില കൊടുത്താലും സ്വർഗത്തിൽ അതൊരു നന്മയായി സമ്പത്തായി തീരുവാനായിട്ട് ഇടയാകും. നാം മനസ്സിലാക്കി ആ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഓ ലോർഡ്, ഐ ലവ് യു. 2 Thessalonians chapter 2. നാം മനസ്സിലാക്കി 1 Thessalonians വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുകയുണ്ടായി, കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാളിനെ കുറിച്ച് പറഞ്ഞു. തുടർന്ന് ആ ജനം അതിനായിട്ട് ഒരുക്കപ്പെട്ട് മുമ്പോട്ടേക്ക് പോകുമ്പോൾ പല തെറ്റായ ഉപദേശങ്ങളും പ്രസംഗിച്ച് അവരെ കലക്കി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം രണ്ടാമത്തെ ലെറ്റർ എഴുതുന്നത്. ആ ലെറ്ററിൽ അദ്ദേഹം പറയുകയാണ്, സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ച പോലെയല്ല, കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവിന് മുമ്പ് ഇന്ന കാര്യങ്ങൾ സംഭവിച്ചിരിക്കണം എന്ന് പറയുന്നു. ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. എന്റെ 2 Thessalonians 2 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. ഗ്ലോറി ടു ഗോഡ്. സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആമേൻ. നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ഗ്ലോറി ടു ഗോഡ്. ശ്രദ്ധിച്ചേ, ഇത് ആർക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു, ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, യേശു മധ്യാകാശത്തിൽ കടന്നു വരുന്നു. ഗ്ലോറി. ഇനി അവന്റെ അടുക്കിലേക്കുള്ള നമ്മുടെ, അതായത് എഴുതിയ പൗലോസ് അടക്കമെന്ന് അദ്ദേഹം ഉദ്ദേശിക്കണേ, മനസ്സിലാവുന്നുണ്ടോ? ജീവിച്ചിരിക്കുന്ന വ്യക്തികളുടെ സമാഗമനവും, ആമേൻ, ആ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്കുള്ള സഭയുടെ സമാഗമനവും സംബന്ധിച്ച് ഇത് മനസ്സിലാക്കാൻ ഇനി ആരും വിവർത്തനം ആവശ്യമുണ്ടോ? ഒരു വിവർത്തനത്തിന്റെയും ആവശ്യമില്ല. ഗ്ലോറി. അപേക്ഷിക്കുന്നത്, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ, അതായത് ആരെങ്കിലും പ്രസംഗിച്ചു, ലെറ്റർ എഴുതി, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളാലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. ആരും ഏത് വിധേനയും നിങ്ങളെ. അപ്പോ
നിങ്ങളൊരു ചതിയിൽ വീഴ ഇവിടെ. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ എന്റെ സൈൻ പറയുകയാണ്, ആദ്യമേ വിശ്വാസ ത്യാഗം സംഭവിക്കണം. വിശ്വാസ ത്യാഗം സംഭവിക്കണം. നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ഇത് എഴുതിയിരിക്കുന്നത് നമ്മുടെ ബൈബിളിലാണ്. ഗ്ലോറി. ഇത് കണ്ടിട്ട് കുരുടന്മാരായി പോകുന്ന അനേക എൻ്റെ സഹോദരങ്ങളോട്, ദൈവദാസന്മാരോട്, കൂടെ പഠിച്ചവരോട് പറയട്ടെ, ഇത് കണ്ടിട്ട് കുരുടന്മാരായി പോകരുത്. വളരെ വ്യക്തമായി വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും ഇതാ നമ്മളുടെ എന്ന് വെച്ചാൽ സഭയുടെ യേശുവിങ്കിലേക്കുള്ള എടുക്കപ്പെടലിനെ സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, അത് വരണമെങ്കിൽ ആദ്യമേ എന്ത് സംഭവിക്കണം? വിശ്വാസത്യാഗം. ആളുകൾ വിശ്വാസത്തിൽ നിന്ന് പോകും. ഇന്ന് സഭ 10ാം നിലയുടെ മുകളിൽ കയറാതെ 10ാം നിലന്ന് വീഴാൻ പറ്റുമോ? ഇതേപോലെ വിശ്വാസത്തിലുള്ളവൻ വിശ്വാസം ഇന്ന് താഴെ വീഴും. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കും. നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടണം. ആന്റി ക്രൈസ്റ്റ് വെളിപ്പെടണം. ഗ്ലോറി. എങ്കിലേ എന്ത് സംഭവിക്കൂ? ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് സംഭവിക്കുകയുള്ളൂ എന്ന് വളരെ വ്യക്തമായി പ്ലെയിനായിട്ട് ഒരു വ്യാഖ്യാനവും വേണ്ടാതെ ഇവിടെ എഴുതി വച്ചിരിക്കുന്നു. വേറെ ഒന്നും വായിക്കരുത്. ഇത് എഴുതി വച്ചിരിക്കുമ്പോ ഇതിന്റെ താഴെ ഇതാ അവൻ സമയത്തിനു മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്തെന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിന്റെ മറം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അത് ഇതുവരെ തടുക്കുന്ന വഴിയിൽ നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും എന്ന് പറയുന്നത് വച്ചിട്ട് മോളിലുള്ള വചനത്തെ അങ്ങ് ക്യാൻസൽ ചെയ്തു. മോളിലുള്ള വചനത്തെ ക്യാൻസൽ ചെയ്തു. സത്യമായിട്ടും ക്ലിയർ ആയിട്ട് എഴുതിയതിനെ ക്യാൻസൽ ചെയ്തു. അത് വ്യാഖ്യാനം കൊണ്ട് ക്യാൻസൽ ചെയ്തു കളഞ്ഞു. ഇത് വലിയ തെറ്റാണ്. ഒന്ന്, അങ്ങനെ ചെയ്യുന്നവർ ദൈവവചനത്തെ നുണയാക്കി മാറ്റുകയാണ്. സത്യമായി എഴുതിയതിനെ 2 തെസ്സലോനിയൻസ് 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളെ നുണയാക്കി അവർ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ നുണയായിട്ട് പ്രഖ്യാപിച്ച ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്നെ ഞാൻ കള്ളനായിട്ട് പിടിക്കും. ഇതുകൊണ്ടാണ് സദൃശ്യവാക്യം 30-ന്റെ 5-6 വാക്യങ്ങളിൽ ഇതാ ദൈവത്തിന്റെ വചനം പറയുന്ന, എന്റെ വചനത്തോട് നീ ഒന്നും കൂട്ടരുത്, കൂട്ടിയിട്ട് നിന്നെ കള്ളനായിട്ട് പിടിക്കാൻ ഇടവരരുത്. നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചോളണം. വചനം ആസിറ്റീസ് പ്രസംഗിക്കോളണം. അവരിൽ നിന്ന് പഠിച്ചു ഇവരിൽ നിന്ന് പഠിച്ചു എന്ന് പറയരുത്. വചനത്തിൽ എന്താണുള്ളത് അത് പ്രസംഗിക്കുക. ദൈവത്തിന്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിച തന്നെ. അവന്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത്. അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടവരരുത്. ആ വചനത്തോടൊന്നും കൂട്ടരുത്. ഗ്ലോറി. ആദ്യത്തെ 1, 2, 3 വാക്യങ്ങൾക്ക് ഒരു വിവർത്തനവും ഒരു വ്യാഖ്യാനവും ആവശ്യമേ ഇല്ല. പ്ലെയിനാണ്. അപ്പച്ചൻ ക്രിസ്മസ് കഴിഞ്ഞിട്ടേ വരൂ എന്ന് പറഞ്ഞാൽ ഇനി ഒരാൾ അതിനെ വ്യാഖ്യാനിച്ച് ഇല്ല, വ്യാഖ്യാനിക്കുമ്പോൾ ക്രിസ്മസിന് മുമ്പ് അപ്പച്ചൻ എത്തൂ എന്ന് പറഞ്ഞ് ആക്കി എടുക്കരുത്. ഗ്ലോറി. അല്ല, പ്ലെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പ്ലെയിൻ ആയിട്ട് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. ഗ്ലോറി ടു ഗോഡ്. ഇനി നമ്മൾ ആ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 22-ന്റെ 18-ഉം 19-ഉം വാക്യം കൂടി നമ്മളൊന്ന് ഓർത്തുകൊള്ളണം. വചനത്തെ തോന്നിയ രീതിയിൽ നമ്മൾ വ്യാഖ്യാനം ചെയ്യാൻ പോയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? 22-ന്റെ 18-ഉം 19-ഉം കൂടി വായിച്ച്. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. അപ്പോ ഇത് വളരെ അപകടം പിടിച്ചൊരു പരിപാടിയാണിത്. കാരണം നമ്മൾ സ്വർഗത്തിലെ ദൈവം സംസാരിക്കുന്നതിന്റെ ഈക്കോ ആയി തീരണം ഇവിടെ. അല്ലാതെ ഇവിടത്തെ ഓർഗനൈസേഷനുകൾ പഠിപ്പിച്ചതോ ഇവിടത്തെ വ്യക്തികൾ പഠിപ്പിച്ചതോ വിളിച്ചു പറയാനല്ല നമ്മളായിരിക്കുന്നത്. ദൈവം എന്ത് പഠിപ്പിച്ചോ എന്ത് പറയുന്നു അത് നമ്മൾ അറിയിക്കണം. കാരണം ഇത് അറിയിച്ചതിന്റെ ഉദ്ദേശം എന്താ? നമ്മുടെ ഗ്രൂപ്പ് ജയിക്കാനല്ല. ഇത് അറിയിക്കുന്നതിന്റെ ഉദ്ദേശം നമ്മൾ ദൈവരാജ്യത്തിലേക്ക് ജയിക്കാനാ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ജയിക്കാൻ. തെറ്റു പഠിച്ച് എക്സാം എഴുതിയാൽ ഗവൺമെന്റ് മാർക്ക് തരില്ല.
നമ്മൾ തോറ്റുപോകും. മാത്രമല്ല, നമ്മൾ ഇതേപോലെ മറ്റുള്ളവർ പ്രസംഗിക്കുന്നത് പോലെ ഇതാ സഭ അതായത് ആന്റിക്രൈസ്റ്റ് വരുന്നതിനൊക്കെ മുമ്പ്, പ്രശ്നങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇവിടുന്ന് പോകുമെന്നൊക്കെ പഠിപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ഈ ജനത്തെ ചെയ്യണമെന്നറിയാമോ? ദൈവത്തിന്റെ വചനം പറയുന്നു, ആരും നിങ്ങൾ ഏതു വിധേനയും ചതിക്കരുത്. ഒരു സുപ്രഭാതത്തിൽ സംഭവം അങ്ങ് വരും. ജനം വീണത് തന്നെ. നിങ്ങളല്ലേ ഞങ്ങളെ പഠിപ്പിച്ച ഇതിന് മുമ്പ് ഇതാ ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് ഇതൊക്കെ വരുവോളന്ന്. അപ്പൊ ഞങ്ങൾക്ക് ഒരു പ്രിക്കോഷനും വേണ്ടായിരുന്നല്ലോ. ജനം വീണത് തന്നെ. നമ്മൾ ഒരുങ്ങിയിരിക്കണം. ഇതാ ഞാൻ വല്ലപ്പോഴും ഒക്കെ ഞങ്ങളുടെ വീടിന്റെ പുറയില് നടക്കാൻ പോകുന്നത് രാത്രി 11:30-12 മണി കഴിഞ്ഞിട്ടാണ് നടക്കാൻ പോകുന്നത്. അപ്പോഴാ സമയം കിട്ടുന്നത്. അപ്പോ നടക്കാൻ പോകുമ്പോ ഹോസ്പിറ്റലാണ് ഒരു സൈഡല്ലേ. അപ്പോ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എത്തിയപ്പോ ആദ്യമായിട്ട് അന്ന് പോയ സമയത്ത് ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഈ വണ്ടികൾ ഇടയ്ക്ക് അത് കൂടി പാസ്സാകും. ഇടയ്ക്ക് പാസ്സാകുമ്പോൾ അവിടെ ഒരു മാൻഹോൾ ഉണ്ട്. ആ മാൻഹോളിന്റെ മുകളില് അവരൊരു ഇരുമ്പിന്റെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ആ വണ്ടി അതിലൂടെ കയറി പോകുമ്പോ ബോംബ് പൊട്ടുന്ന സൗണ്ടാ. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇതാ ഞാനെന്റെ തൊട്ടടുത്തെത്തി. ഇതാ ഒരു കാറ് അതിൽ കൂടി കയറിപ്പോയി ഒരു ബോംബ് പൊട്ടുന്ന ഒരു സ്വരം കിട്ടും. ഞാൻ ഞെട്ടിപ്പോയി, തെറിച്ചു, ചാട്ടവും ചാടി. പക്ഷെ ഇപ്പോ എനിക്കത് വിഷയമല്ല. കാരണം എന്താണെന്നറിയാമോ? ഇപ്പൊ എനിക്ക് അറിയാം അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയാം. അപ്പൊ വണ്ടി ദൂരെന്ന് വരുമ്പോഴേ ഞാൻ ആ സ്വരം പ്രതീക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇതുകൊണ്ട് ഞാൻ ആദ്യത്തെ ആ ഞെട്ടല് പിന്നെ എനിക്ക് ഞെട്ടന്റെ വന്നിട്ടില്ല. കാരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഏറ്റവും ബെസ്റ്റ് പ്രൊട്ടക്ഷൻ, അതായത് ഒരു ക്രൈസിസിൽ നിന്ന് ഉള്ള ഏറ്റവും ബെസ്റ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നാം അത് എക്സ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. എക്സ്പെക്ട് ചെയ്യുക. ഇവിടെ ഇതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു പലപ്പോഴും പറയുന്നത്, ഇതാ ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. പലയിടത്തും കാണാം മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കും. കാരണം നിങ്ങൾ ഞെട്ടിപ്പോകരുത്. വരുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകരുത്. മുൻകൂട്ടി പറയുക എന്നുള്ളതാണ്. ഗ്ലോറി ടു ഗോഡ്. അപ്പോ അതിനെതിരെ ഇല്ല, ഇതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് സഭ ഇവിടുന്ന് പോകും എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിനൊരു വാക്യം തരാമോ എന്ന് ചോദിച്ചാൽ അതിനൊരു വാക്യമില്ല. പകരം അതിന് ഇതാ യോഹന്നാനോട് കയറി വരാൻ പറഞ്ഞു. അത് യോഹന്നാനോട് കയറി വരാൻ പറഞ്ഞതല്ലേ, സഭ പോകുന്നൊന്നുമല്ല പഠിപ്പിച്ചേ. അത് യോഹന്നാനോട് കയറി വരാൻ പറഞ്ഞത് സഭ പോകുന്നു എന്നുള്ളതാ. അപ്പൊ വ്യാഖ്യാനിച്ച് ഇതൊക്കെ സത്യത്തെ ഇതാ നുണയാക്കി മാറ്റുകയാ. വ്യക്തമായി ദൈവത്തിന്റെ വചനം പറയുന്നു, ആരും നിങ്ങളെ ചതിക്കരുത്. നമ്മൾ അങ്ങനെ പ്രസംഗിച്ചാൽ ജനത്തെ ചതിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ദൈവം എഴുതി വെച്ച ദൈവവചനം നുണയാണെന്ന് നമ്മൾ പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യരുത്, അപകടമാണ്. ഗ്ലോറി ടു ഗോഡ്. പകരം ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ 2 കാര്യം പറയുന്നു. ആദ്യമേ വിശ്വാസ ത്യാഗം സംഭവിക്കണം. അപ്പൊ ഇത് ആദ്യത്തെ ഹർഡില, ആദ്യത്തെ തടസ്സമാണ്. മുമ്പ് നമ്മൾ പഠിച്ചു, സ്പ്രിന്റ് അല്ല ലൈഫ്, ഹർഡിൽ. അതായത് തടസ്സങ്ങളുള്ള ഓട്ടമാണ്. ചാടി വേണം പോകാൻ. അപ്പൊ കർത്താവ് പറയാം, മക്കളെ 2 തടസ്സമുണ്ട്. ഈ 2 തടസ്സത്തെ ഓവർകം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന്, വിശ്വാസത്യാഗം സംഭവിക്കും. ഗ്ലോറി. വിശ്വാസത്തിൽ നിന്ന് ആളുകൾ പോകും. അതായത് കാൽവരി ക്രൂശിലെ യേശുക്രിസ്തുവിന്റെ യാഗത്തോടുകൂടെ ആളുകൾ എങ്ങോട്ട് വന്നെന്നറിയാമോ? വിശ്വാസത്തിലേക്ക് വന്നു. ഒരു വേലിയേറ്റം പോലെ. ഒരു വേലിയേറ്റം നടക്കുമ്പോ നമുക്കറിയാലോ, സമുദ്രത്തിലെ വെള്ളം ഉയരും. ആ വെള്ളം എങ്ങോട്ട് ഇറങ്ങും? പുഴകളിലേക്ക് എല്ലാം ഒഴുകി വരും, അല്ലേ? വേലി ഇറക്കം നടക്കുമ്പോഴോ പുഴകളിലുള്ള വെള്ളം വീണ്ടും സമുദ്രത്തിലേക്ക് തിരിച്ചൊഴുകും. ഇതേപോലെ തന്നെ ഇതാ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗത്തോടുകൂടെ ലോകത്തുണ്ടായിരുന്ന ജനം യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ഇതാ യേശുക്രിസ്തുവിലേക്ക് ഒഴുകാൻ തുടങ്ങി. സഭയിലേക്ക്, വിശ്വാസത്തിലേക്ക് ഒഴുകാൻ തുടങ്ങി. ഈ ഒഴുക്ക് നിന്നിട്ട് വേലിയിറക്കം സംഭവിക്കുന്നത് പോലെ സഭയിലുള്ള ജനങ്ങൾ തിരിച്ച് ഇതാ ലോകത്തിലേക്ക് ഒഴുകുന്ന ഒരു സംഭവം വരാൻ പോകുന്നു. ഇതാണ് വിശ്വാസത്യാഗം. ഗ്ലോറി. ഒരു വിശ്വാസത്യാഗം വരാൻ പോണു. ഇത് നീ മുമ്പേ അറിഞ്ഞില്ലെങ്കിൽ നീയും പോകും അങ്ങോട്ട്. നീയും അതിലേക്ക് പോകും. നീ മുമ്പേ അറിയണം ഇങ്ങനെ ഒരു സംഭവം വരാൻ പോകുന്നു. അതിനെ ഞാൻ എന്ത് ചെയ്യണം? ഓവർകം ചെയ്യണം. ആ ഓടുന്ന വ്യക്തി ആ സ്പ്രിന്റ് അല്ല, 100 മീറ്റർ ഓടിയൊക്കെ ചെല്ലുകയല്ല. അതിനെ
അതായത് തടസ്സങ്ങളെ തരണം ചെയ്ത്, ബാരിയേഴ്സിനെ തരണം ചെയ്ത് ചാടി ചാടി എത്തുന്ന വ്യക്തി ആ മുമ്പിൽ ആ തടസ്സം ഉണ്ടെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ചാടി പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോ ഈ തടസ്സം ഒന്ന്. പിന്നെ ആന്റിക്രൈസ്റ്റിന്റെ വാഴ്ചയാണ് ഇത്. നീ 2 തടസ്സങ്ങൾ നീ ഓവർകം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോ ഇതൊക്കെ ഓവർകം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നിനക്ക് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, കൊള്ളാവുന്നവനായി തെളിയണം. ഇതിനുശേഷം നീ വേണം യേശുവിനോട് കൂടെ ഈ പ്ലാനറ്റ് ഭൂമി വാഴുവാൻ. ഗ്ലോറി. അപ്പോ നാം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഈ കാര്യങ്ങൾ നാം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഒരല്പമായിട്ട് അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട് എന്നാൽ തടുക്കുന്ന വഴിയിൽ നിന്നും മാറണം. ഇതിനെക്കുറിച്ച് ഒരല്പമായി മനസ്സിലാക്കിയാലേ നമുക്ക് ഈ കാര്യം മനസ്സിലാകത്തുള്ളൂ. എങ്കിലേ വിശ്വാസത്യാഗം എങ്ങനെയാണ് സംഭവിക്കുന്നത് മനസ്സിലാകുക. വിശ്വാസത്യാഗം ഇവിടെ അതിന്റെ 7-ാം വാക്യത്തിൽ പറയുകയാണ്, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അത് ഇപ്പോഴെന്ന് പറയുന്നത് 2000 വർഷം എറൗണ്ട് അദ്ദേഹം വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കക്കാർക്ക് ലേഖനം എഴുതുമ്പോഴേ എന്ത് വ്യാപരിക്കുന്നുണ്ട്? അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിക്കുന്നുണ്ട്. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോ ഇതെന്താണ് എന്ന് നാം മനസ്സിലാക്കണം. എങ്കിലേ വിശ്വാസത്യാഗം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. ഗ്ലോറി. ഇവിടെ ഇത് പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, തിരുവചനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലും വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലും 7 തലയുള്ള സർപ്പത്തെയും മൃഗത്തെയും കാണാം. 7 തല. ഒന്ന് ഡ്രാഗനാണ്, സർപ്പമാണ്. മറ്റൊന്ന് മൃഗമാണ്. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഓൾറെഡി അറ്റ് വർക്ക്. അപ്പോ ഇത് ആന്റി ക്രൈസ്റ്റ് ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ടെന്നാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറയുന്നത്. എന്താണ് ആന്റി ക്രൈസ്റ്റ്? ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരുപക്ഷെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വേറൊരു കാര്യം നിങ്ങൾക്ക് പറയാം. എന്താണ് ആന്റി വൈറസ്? ഈ മോഡേൺ യുഗത്തിലെ ആന്റി വൈറസിനെ കുറിച്ച് അറിയാത്തവരാരും ഉണ്ടാകത്തില്ലല്ലോ. വൈറസ് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാം, അതൊരു പ്രോഗ്രാമാണ്, ആളുകൾ ഇറക്കി വിടുന്നതാണ്. അത് എന്താണോ ഒരു കമ്പ്യൂട്ടറിനെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത്, അതിനെതിരെയുള്ള പ്രതിവിധിയാണ് ആന്റിവൈറസ്. കാരണം രണ്ടും പരസ്പരം ഓപ്പോസിറ്റാണ്. ഇതേപോലെ ആന്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അപ്പൊ പറയുന്നേ? ക്രിസ്തു എന്താണോ ആഗ്രഹിക്കുന്നത് അതിന്റെ നേരെ എതിരാണ് ആന്റി ക്രൈസ്റ്റ് പ്രവർത്തിക്കുന്നത്. അപ്പോ ഇദ്ദേഹം പറയുകയാണ്, അധർമ്മത്തിന്റെ മർമ്മം ഇതാ ഈ അവസാന കാലത്തിലല്ല വരാൻ പോണേ, ഇത് അപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ ഫുൾനെസ്സിലേക്ക് വെളിപ്പെട്ടിട്ടില്ലെന്നേ ഉള്ളൂ. സംഭവമുണ്ട്. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ അത് എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ക്രിസ്തു ഒരു മനുഷ്യനെ കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആന്റി ക്രൈസ്റ്റ് ആഗ്രഹിക്കുന്നത്. ക്രിസ്തു ഒരു മനുഷ്യന്റെ ദേഹി, സോള് ദൈവരാജ്യത്തിലേക്ക് എത്തുവാൻ, ദൈവരാജ്യം അവകാശമാക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു,
ശരീരത്തെ കൊല്ലുന്നവനെ നിങ്ങൾ ഭയപ്പെടേണ്ട. അത് പോണെങ്കിൽ അങ്ങ് പൊക്കോട്ടെ, ഞാൻ വേറെ വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്. പക്ഷേ നിന്റെ ദേഹിയെയും, ആത്മാവല്ല, മലയാളം ട്രാൻസ്ലേഷൻ തെറ്റാണ്, നിന്റെ ദേഹിയെയും ദേഹത്തെയും ഒരുമിച്ച് നശിപ്പിക്കാൻ കഴിവുള്ള ഒരാളുണ്ട്, ദൈവം, ശിക്ഷയിലേക്ക്. ആ ദൈവത്തെ ഭയപ്പെട്ടോളണം. മത്തായി 10:28 വായിച്ച്. ഓ ലോർഡ്, ഐ ലവ് യു. ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവിൻ. ഗ്ലോറി ടു ഗോഡ്. ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ കൊല്ലുവാൻ കഴിവുള്ളവനെ തന്നെ ഭയപ്പെടുവിൻ. ഗ്ലോറി. അപ്പോ കർത്താവ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒരു വ്യക്തിയുടെ ദേഹി, അതായത് വീണ്ടും ജനിച്ച ഒരു വ്യക്തിയുടെ ദേഹി ദൈവരാജ്യം അവകാശമാക്കുന്നതിനാ. ഇതുകൊണ്ടാണ് 1 പത്രോസ് 1:9 പറയുന്നത്, ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ അന്തം എന്താണ്? അവിടെ പറയാണ്, സാൽവേഷൻ ഓഫ് യുവർ സ്പിരിറ്റ് അല്ല, മലയാളം ട്രാൻസ്ലേഷൻ തെറ്റാണ്, സോൾ ഈസ് ദ എൻഡ് ഓഫ് യുവർ ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ അവസാനം എന്ന് പറയുന്നത് ദേഹിയുടെ രക്ഷയാണ്. വായിച്ചേ. വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും. ആത്മരക്ഷയല്ല, ദേഹിയുടെ രക്ഷ. ഗ്ലോറി. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ, വിശ്വാസത്തിന് എന്തുണ്ട്? ഒരവസാനം ഉണ്ട്. നിങ്ങൾ വിശ്വാസികളായാലും ഞങ്ങൾ ദൈവദാസന്മാരായാലും നമ്മുടെ എല്ലാ വിശ്വാസത്തിന് എന്തുണ്ട്? ഒരവസാനമുണ്ട്. ആ അവസാനമാണ് എന്ത്? ദേഹിയുടെ രക്ഷ. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ആ ദേഹിയുടെ കാര്യമാണ് പ്രാധാന്യം. അതുകൊണ്ട് ദേഹിയെ തൊടാൻ പറ്റാതെ ദേഹത്തെ മാത്രം തൊടുന്നവനെ എന്ത് ചെയ്യണ്ട? ഭയപ്പെടേണ്ട ഒരാവശ്യവും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഒരു കൂട്ടര് കർത്താവിന്റെ ഭാഷയില് ഇതാ ഈ ലോകത്തുള്ളവര് മുഴുവൻ എന്തിലേ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുള്ളൂ? ദേഹത്തിലേ ശ്രദ്ധ കേന്ദ്രീകരിക്കത്തുള്ളൂ. മനസ്സിലായോ? ദേഹിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. അവർക്ക് ദേഹിയിൽ ഒന്നും ചെയ്യാനും പറ്റില്ല. മൃഗം ഇങ്ങനെയാ. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നേരത്തെ നിങ്ങൾ കണ്ടു, ഒരു സിംഹത്തിന്റെ മുമ്പിൽ ഒരു മനുഷ്യനെ കിട്ടിയപ്പോ മനുഷ്യന്റെ ദേഹിയെക്കുറിച്ച് വല്ലതും ചിന്തിച്ചായിരുന്നു സിംഹം? നിങ്ങൾ സ്ക്രീനിൽ കണ്ടു. സിംഹത്തിന് അകപ്പാട വേണ്ടത്, ആ മൃഗത്തിന് അകപ്പാട വേണ്ടത് ഈ ജഡം മാത്രം മതി, ബോഡി മാത്രം മതി. അത് പെട്ടെന്ന് ആ ബോഡി നിന്നിട്ട് അങ്ങ് പോയി. അപ്പോ മൃഗമാണെങ്കിൽ ബോഡിയെ കുറിച്ച് മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ. മനസ്സിലായോ? അതായത് വിവേകമില്ല മൃഗത്തിന്. ഇതുകൊണ്ടാണ് സങ്കീർത്തനം 49:20 പറയുന്നത്, മനുഷ്യ മാനത്തോടെയാ നിന്നെ സൃഷ്ടിച്ചേ, നീ വിവേകശൂന്യനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യൻ. മൃഗം ജഡത്തെ മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ, ശരീരത്തെ മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ. ഗ്ലോറി. എടുത്തെങ്കിൽ വായിച്ചോ. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യമാണ്. ഹല്ലേലൂയ. അപ്പോ പ്രിയ ദൈവത്തിന്റെ ജനമേ, നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, മൃഗം ജഡത്തെ, ശരീരത്തെ മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ. ഇതുവരെയും ഈ ഭൂമിയിൽ ഇതാ ഉണ്ടായിട്ടുള്ള ഭരണങ്ങളെയും ഉണ്ടാകാനിരിക്കുന്ന ഭരണത്തെയും എല്ലാം കൂടെ ദൈവത്തിന്റെ വചനം കാണിക്കുന്നത് മൃഗഭരണമായിട്ടാണ്. മൃഗഭരണം, അതായത് വിവേകമില്ലാത്ത ഭരണം. എന്താ വിവേകമില്ലാത്ത ഭരണം? ഇവര് ശ്രദ്ധിക്കുന്നത് മനുഷ്യന്റെ ബോഡിയെ മാത്രമേ ഉള്ളൂ. ഒരു മൃഗത്തിന് ആവശ്യം ബോഡിയെ മാത്രമേ ഉള്ളൂ. അതായത് ഇവര് ശ്രദ്ധിക്കുന്നത് ഒരു കഷ്ണം ഭൂമിയെയാണ്. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പീസ് ഓഫ് എർത്ത്.
ലെസ് ദാൻ 100 കിലോ. ആ ഒരു കഷ്ണം ഭൂമിക്ക് വേണ്ടിയാണ്, ആ ഒരു കഷ്ണം ഭൂമിക്ക് വേണ്ടി മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ ഓടും. എന്നിട്ട് ആ ഓടിയ ഒരു കഷ്ണം ഭൂമിയെ ഈ ഭൂമിയിൽ ഇട്ടിട്ട് വെറും വിഡ്ഢിയായി പൊട്ടനായി ഇവിടുന്ന് കടന്നുപോകും. ഇതാണ് മൃഗഭരണം. മൃഗം. വെളിപ്പാട് പുസ്തകം പറയുമ്പോൾ കാണിക്കുമ്പോൾ 7 തലയുള്ള സർപ്പവും 7 തലയുള്ള മൃഗവും ഒക്കെ കാണാൻ പറ്റും. എന്താ ഈ 7 തല? 7 തല ഉണ്ടെങ്കിലും അതിന് ഓടല ഒന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 7 തലയുടെയും പുറകിലുള്ള ആൾ ഒരാൾ തന്നെയാണ്. ഒറ്റ ഉടലേ ഉള്ളൂ. 7 തലയുടെയും പുറകിലുള്ളത് ഒരേ ഒരു ആള് തന്നെ. 7 തലയായെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, ദാനിയേലിന്റെ പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ നമ്മൾ പഠിച്ചു 7 ഡേയ്സ് പ്രൊജക്ട് പഠിച്ചു. ആ 7 ഡേയ്സ് പ്രൊജക്റ്റിൽ തുടക്കം മുതലേ ഉള്ള ഈ ഭൂമിക്ക് മുകളിലുള്ള കിങ്ഡങ്ങളെയാണ് ഈ തല കാണിക്കുന്നത്. ഭൂമിക്ക് മുകളിലുള്ള കിങ്ഡങ്ങൾ, രാജ്യത്വങ്ങളെയാണ് ഈ തല കാണിക്കുന്നത്. ഇതിന്റെ പുറകിലെല്ലാം ഒരൊറ്റ ആളാ. അധർമ്മത്തിന്റെ മർമ്മം ഇതിന്റെ പുറകിൽ നിൽക്കണേ. ഈ തലകളാണ് രാജ്യത്വങ്ങൾ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നെബൂഖദ്നേസർ രാജാവ് കണ്ട ആ ബിംബം അദ്ദേഹം മറന്നുപോയി. എങ്കിൽ ദാനിയേൽ അത് വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ ഇവിടെയൊക്കെ വ്യാഖ്യാനം വേണ്ടത്, അല്ലാതെ പ്ലെയിനായിട്ട് എഴുതിയിരിക്കുന്ന കാര്യത്തിലല്ല വ്യാഖ്യാനം വേണ്ടത്. ഗ്ലോറി. അത് വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ ബിംബത്തിന്റെ കാര്യം. തുടർന്ന് അതേ സംഭവം തന്നെ വീണ്ടും അടുത്ത അധ്യായങ്ങളിൽ താൻ സ്വപ്നം കാണുന്നുണ്ട്. മൃഗങ്ങളുടെ രൂപത്തിലെല്ലാം കാണുന്നേ, മൃഗങ്ങളുടെ രൂപത്തിൽ. സിംഹത്തിന്റെ മുഖം, കരടിയുടെ മുഖം, കരടിയുടെ വായിൽ 3 എല്ലുകൾ, പുള്ളിപ്പുലിയുടെ രൂപം, പിന്നെ ഘോരമൃഗം. ഇതെന്തോ മൃഗങ്ങൾ. കാരണം ഇതിങ്ങൾക്ക് ഈ ഭരണക്കുന്ന ഭരണകർത്താക്കൾക്കോ ജനത്തിനോ വിവേകോ എന്ന് പറഞ്ഞ സംഭവമില്ല. ഇവരെല്ലാവരും ഈ മൃഗം ജഡത്തിന്റെ പുറകിൽ നടക്കുന്നത് പോലെ ഇവര് ജഡത്തിന്റെ പുറകിലാ ഭരണം നടത്തുന്നേ. ഇവിടെ 7 കിങ്ഡങ്ങളെ കാണുവാൻ കഴിയും. അതിൽ ആദ്യത്തെ കിങ്ഡമാണ് ഈജിപ്ത്. അതാണ് ഒരു തല. അതിന്റെ താഴെയുള്ള കിങ്ഡം, ഇതുവരെ നടന്ന കിങ്ഡങ്ങളെ കുറിച്ച് പറയുന്നത്, അസീറിയ. അതിന്റെ താഴെ. അത് കഴിഞ്ഞിട്ടാണ് നെബൂഖദ്നേസർ കണ്ട സ്വപ്നത്തിൽ ദാനിയേൽ വിവരിച്ചു പറയുന്നത്. അത് വീണ്ടും നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ബാബിലോൺ, സ്വർണം കൊണ്ടുള്ള തല, ബാബിലോൺ. പിന്നെ താഴേക്ക് അടുത്ത് വരുമ്പോൾ മേദ്യ പേർഷ്യ, കരടിയാണ് അവിടെ കാണിക്കുന്നത്. 3 എല്ലുണ്ട് വായില്. അത് മേദ്യ പാർസ്യ സാമ്രാജ്യത്തെ കാണിക്കുന്നു. അടുത്ത ഇതൊക്കെ തലകളാ, മൃഗത്തിന്റെ തലകൾ. പിന്നെ അടുത്തത് വരുമ്പോ പുള്ളിപ്പുലി, ആ താമ്രം കൊണ്ടുള്ള വയറിന്റെ ഭാഗം അലക്സാണ്ടറെയാണ് കാണിക്കുന്നത്. അലക്സാണ്ടറുടെ ഭരണം. എന്ത് ഈ ഭരണം കൊണ്ട് എന്ത് നേടുന്നു? അവരെല്ലാം പുറകെ നടന്നതിന്റെ ഒരു കഷ്ണം ഭൂമിക്ക് വേണ്ടി അവർ നടക്കണേ. അലക്സാണ്ടർ താനിതാ അങ്ങേയറ്റം മുതൽ ഇതാ പടയാളികളുമായിട്ട് നടക്കുക. എന്തിനു വേണ്ടിയായിരുന്നു നടക്കണേ? മനുഷ്യന്റെ സോളിന് വേണ്ടിയാണോ? ഒരു കഷ്ണം ഭൂമിക്ക് വേണ്ടിയായി ഇവർ നടക്കുന്നേ. മൃഗതുല്യമായ വിവേകശൂന്യമായ ഭരണം. പിന്നെ താഴേക്ക് വരുമ്പോ ആ ഇരുമ്പാണ് കാണുന്ന ആ ബിംബത്തിന്. ഘോരമൃഗം. ഒക്കെ മൃഗങ്ങളാ. ഒന്നിനും വിവേകം ഇല്ല. വിവേകമില്ലാത്ത ഭരണം. 7 തലകൾ. ഇതിന്റെ പുറകിൽ ഒരുത്തൻ. അതിന്റെ അർത്ഥം ഇതിന്റെ പുറകിലുള്ള അധർമ്മമൂർത്തി ഇപ്പോഴേ വ്യാപരിക്കുന്നു എന്ന് പറയാൻ കാരണം അന്നേ ഈ മൃഗഭരണം ഉണ്ട്. മൃഗഭരണം അന്നേ ഉണ്ട്. പക്ഷേ യേശുവിന്റെ സമയത്തെ മൃഗഭരണം റോമാ സാമ്രാജ്യത്തിന്റെ ആയിരുന്നു. അവന്റെ തലയ്ക്ക് കിട്ടിയ ഒരടി. അന്ന് മനുഷ്യർക്ക് മനസ്സിലാകാത്തൊരു കാര്യം വചനത്തിൽ എഴുതിയിട്ടുണ്ട്.
ആ മൃഗത്തിന്റെ ഒരു തലയ്ക്ക് മാരകമായ മുറിവേറ്റു. മാരകമായ മുറിവേറ്റു ഒരു തലയ്ക്ക്. 7 എണ്ണത്തിൽ ഒരെണ്ണത്തിനും മാരകമായ മുറിവ്. അത് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ വെച്ച് കിട്ടിയ മുറിവാ. ആ തല പൊട്ടി. അന്ന് പൊട്ടിയത് കൊണ്ട് അന്ന് ഒരു വേലിയേറ്റം ഉണ്ടായി. ഇതാ ലോകമെന്ന സമുദ്രത്തിൽ പിശാച് പിടിച്ച് കിട്ടിയിരുന്ന സോളുകളെ, ശരീരമല്ല, സോളുകൾ ഒരു ഒഴുക്കൊഴുകി. എങ്ങോട്ടേക്കെന്നറിയാം? സഭയാകുന്ന പുഴയിലേക്ക് ഒരു ഒഴുക്കങ്ങ് ഒഴുകി. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ? കാൽവരി ക്രൂശിൽ വെച്ച് ഇതുവരെയും വിവേകശൂന്യവുമായി പിശാച് പിടിച്ചിട്ടിരുന്ന, പാപത്തിന്റെ ശമ്പളത്തിന് മരണത്തിന് പിടിച്ചിട്ടിരുന്ന ആ ഗ്രൂപ്പ്, ഇതിന്റെ ഭരണം വന്ന് റോമയുടെ ഭരണം നിൽക്കുന്ന സമയത്താണ് പിശാചിന് എന്ത് കിട്ടിയത്? അടി കിട്ടിയത്. ആ അടി കിട്ടിയതോടുകൂടെ ഇതാ പിശാച് പൂട്ടിയിട്ടിരുന്ന സോളുകള് ഇതാ താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭയിലേക്ക് ഒഴുകാൻ തുടങ്ങി. ഗ്ലോറി, ഹല്ലേലൂയ. എന്താ വിശ്വാസത്യാഗമെന്ന് പറഞ്ഞാൽ? അന്ന് ഇങ്ങോട്ടേക്ക് ഒഴുകിയില്ലേ ആ ഒഴുക്ക്? ആ ഒഴുക്ക് തിരിച്ച് അങ്ങോട്ടേക്കാകാൻ പോകുന്നു. ആ ഒഴുക്ക് തിരിച്ച് അങ്ങോട്ടേക്കാകാൻ പോകുന്നു. മുറിവ്. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അറിയാം, ലോകത്തിലെ ജനങ്ങൾ അതിശയിക്കും, ഇവൻ ഉണ്ടായ മുറിവ് ഉണങ്ങിപ്പോയല്ലോ. മൃഗത്തിനുണ്ടായ മുറിവ് ഉണങ്ങി. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, ഇതാ ജനങ്ങൾ മൃഗത്തെ അനുഗമിക്കാൻ തുടങ്ങി. ഇതാണ് വിശ്വാസത്യാഗം. അതിന്റെ മൂർധന്യ അവസ്ഥയിലേക്ക് വരുന്നത്. ഗ്ലോറി, ഹല്ലേലൂയ. ഇത് പുസ്തകം വായിക്കുന്നതല്ല, ആത്മാവ് വെളിപ്പെടുത്തുന്നതാ. അകത്ത് ആത്മാവ് ഉള്ളവർക്ക് അറിയാൻ പറ്റും ഈ സമയത്ത്. ദിസ് ഈസ് ദ തിങ്. ഞാനിതെല്ലാം പിക്ചറിൽ കൊണ്ടുവന്നിട്ടു. ക്യാമറയിലൂടെ കാണുന്നവർക്ക് കാണാൻ കഴിയും അത്. ഗ്ലോറി. ശ്രദ്ധിച്ചാട്ടെ പ്രിയ സഹോദരങ്ങളെ, നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം, അതിന്റെ 1 മുതൽ വായിച്ചോളൂ. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നതും ഞാൻ കണ്ടു. എത്ര തലയുണ്ട്? 7 തല. 7 തല. 7 കിങ്ഡങ്ങളെയാ കാണിക്കുന്നത്. ഭൂമിയിൽ ആദ്യം മുതലുള്ള 7 കിങ്ഡങ്ങൾ. ഇതിന്റെ പുറകിൽ മുഴുവൻ ഒരൊറ്റ ആളാ. മനസ്സിലാവുന്നുണ്ടോ? ആന്റിക്രൈസ്റ്റ് അപ്പോഴേ ഉണ്ട്. ഗ്ലോറി, ഹല്ലേലൂയ. അതിന്റെ പുറകില്, ഇതിന്റെ മൊത്തത്തിന്റെ പുറകിൽ നിൽക്കുന്നത് സർപ്പമാണ്. സർപ്പം തന്റെ സകല അധികാരവും ആർക്ക് കൊടുത്തു? മൃഗത്തിന്, ആന്റിക്രൈസ്റ്റിന് കൊടുക്കുകയാണ്. വായിച്ചു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ സിംഹത്തിന്റെ വായ് പോലെയും ആയിരുന്നു. അതായത് എല്ലാ മൃഗങ്ങളും അതില് ഉണ്ട്. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. കണ്ടോ? സർപ്പം എന്ത് ചെയ്തു? പിശാചിനെയാണ് കാണിക്കുന്നത്. സർപ്പത്തിന് 7 തല ഉണ്ട്, 7 ഭരണം. ഇത് ദൈവം അനുവദിച്ച് കൊടുത്തിരിക്കുകയാ. കാരണം എർത്ത് എന്ന് വെച്ചാൽ ഭൂമി എന്ന് പറഞ്ഞാൽ എന്തുവാ? എർത്ത് ഈസ് ഗോഡ് സൺസ് കോളേജ്. ദൈവത്തിന്റെ പുത്രന്മാരുടെ കോളേജാ. പുത്രന്മാരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോളേജാണ് എർത്ത്. ഗ്ലോറി. ഇതിലെ എക്സാമിനർ ആരാ? പിശാച. യേശു ക്രിസ്തു വന്നപ്പോ ആരാ എക്സാം എടുക്കാൻ വന്നേ? പിശാച.
ദൈവം അനുവദിക്കുന്നതിന്റെ ഒരു തുമ്പ് മുകളിൽ പിശാചിന് ചെയ്യാൻ പറ്റില്ല. ഗ്ലോറി. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും, 11 ദിവസം ഉണ്ടാവില്ല. കാരണം 10 ദിവസം പെർമിഷൻ ഉള്ളൂ. ഗ്ലോറി. താഴേക്ക്. അതിന്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. ശ്രദ്ധിച്ചേ, ആ 7 തലയുള്ള മൃഗത്തിന്റെ തലകളില് ഒന്നിന് മരണകരമായ മുറിവേറ്റു. മരണകരമായ മുറിവ്. ഹല്ലേലൂയ. 7 തലയ്ക്കും പറ്റിയില്ല, ഒരു തലയ്ക്കേ പറ്റിയുള്ളൂ. ഇതാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ സംഭവിച്ച മുറിവ്. ഗ്ലോറി. ഹല്ലേലൂയ. അതുകൊണ്ട് ആ മുറിവ് കണ്ടു. ആ മുറിവ് സംഭവിച്ചൊന്ന് നമുക്ക് വായിക്കാം. കൊളോസ്യ ലേഖനം 2:13 മുതൽ 15 വരെ വായിച്ച്. കൊളോസ്യ ലേഖനം 2:13 മുതൽ 15 വരെ ആ മുറിവിനെ കുറിച്ച് നമുക്ക് അവിടെ ഒന്ന് കാണാം. ഫാറ്റൽ വൂണ്ട്. വായിച്ച്. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. വാഴ്ചകളെയും അധികാരങ്ങളെയും എന്ത് ചെയ്തു? ആയുധവർഗം. അതായത് പിശാചിന്റെ സേനയെ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി. അന്നാണ് അവന്റെ തല തകർന്നത്, മുറിഞ്ഞത്. മരണകരമായ മുറിവ്, മാരകമായ മുറിവേറ്റത്. ഗ്ലോറി. ഹല്ലേലൂയ. പക്ഷെ പ്രശ്നം അവിടെ അങ്ങനെയല്ല. നമ്മൾ വെളിപ്പാട് പുസ്തകം 13:3 വായിക്കുമ്പോ അവിടെ എഴുതിയിരിക്കുകയാണ്, മാരകമായ മുറിവേറ്റെങ്കിലും അത് പൊറുത്തു. ശ്രദ്ധിച്ചേ, ആ ഏറ്റ മുറിവ് പൊറുത്തത് കണ്ടിട്ട് ജനങ്ങൾ അങ്ങ് അതിശയിക്കുകയാണ്. ഒന്നൊരു വായിച്ചേ 13:3. അതിന്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിന്റെ മരണകരമായ മുറിവ് പൊറുത്തുപോയി. മരണകരമായ മുറിവിന് എന്തു പറ്റി? അത് പൊറുത്തു, അത് ഹീലായി. ഗ്ലോറി. അത് ഹീലായി പോയി. സർവഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. സർവഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിക്കുക മാത്രമല്ല, അതിന്റെ അടിയിൽ ഒന്നും കൂടി എഴുതിയിട്ടുണ്ട്. മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. ഇവരെഴുതിയിരിക്കുകയാണ്, and the whole world was astonished and followed the beast. Followed. യേശുവിനെ അനുഗമിക്കേണ്ട ജന, they started to follow beast. Glory. കാരണം മുറിവ് പുറത്തു, മുറിവ് പുറത്തുപോയി. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഈ കൂട്ടത്തിൽ പുറത്തതിന്റെ കൂടെ നമ്മളും കൂടെ കയറിയ പോകും. വ്യക്തമായിട്ട് വചനം പറയുന്നു, ആരും ഏത് വിധേന നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും, അതായത് ക്രൂശിന്റെ യേശുക്രിസ്തുവിന്റെ രക്ഷാകര പദ്ധതിയിൽ വിശ്വസിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒഴുകിയ ജനം എന്തു പറ്റും? ഇവിടുന്ന് വിശ്വാസത്തിൽ ഇരിക്കുകയാണ് അവര് വിശ്വാസത്തിൽ നിന്ന് താഴേക്ക് പോകും, തിരിച്ച് അങ്ങോട്ടേക്ക് ഒഴുകും. ദേ സ്റ്റാർട്ടഡ് ടു ഫോളോ ബീസ്റ്റ്. മൃഗത്തെ അനുഗമിക്കുവാൻ തുടങ്ങും. ആ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരും. മാരകമായ മുറിവ് പൊറുത്തു. ഇതുകൊണ്ടാ വചനം എഴുതി വെച്ചേക്കണേ, ആരും ചതിക്കല്ലേ മക്കളെ. ആദ്യം എന്ത് സംഭവിക്കും? വിശ്വാസത്തിൽ നിന്ന് ആളുകൾ താഴെ വീഴും. വിശ്വാസത്യാഗം സംഭവിക്കും. ഹല്ലേലൂയ. വചനം നുണയെന്ന് എഴുതത്തില്ല. ആദ്യമേ അത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആദ്യമേ അത് സംഭവിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കാതെ എങ്ങനെയാ? അതിലേക്കല്ലേ ഈ വരുന്നേ? അതിനുള്ള സാമ്പിളുകളാണ് ഇപ്പോ ഈ ലോകത്ത് നമ്മളെ കർത്താവ് കാണിച്ചുകൊണ്ടിരിക്കണേ. അതിന്റെ സാമ്പിളുകളാണ് കർത്താവ് കാണിച്ചുകൊണ്ടിരിക്കണേ. ഇത് എന്റെ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതാ യേശുക്രിസ്തു, ലോകത്തിലെ ജനങ്ങൾ യേശുക്രിസ്തുവിന്റെ ആ കാൽവരി ക്രൂശിലെ ആ ക്രൂശിൽ കിടക്കുന്ന യേശുവിലേക്ക് ഇതാ ഒഴുകി വരുന്ന ഒരു രംഗം നമുക്ക് അവിടെ കാണുവാനായിട്ട്
കഴിയും. കാരണം കർത്താവ് യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യം, ഞാൻ ഉയർത്തപ്പെട്ടാൽ ജനങ്ങളെ എന്നിലേക്ക് ഞാൻ ആകർഷിക്കും. ഇതാണ് കാൽവരി ക്രൂശിൽ സംഭവിച്ചത്. യേശുവിനെ എന്ത് ചെയ്തു? ഉയർത്തി. യേശുവിനെ ഉയർത്തി. ജനങ്ങൾ യേശുവിനെ ക്രൂശിൽ ഉയർത്തി, പിതാവ് യേശുവിനെ ക്രൂശിൽ നിന്ന് ഉയർത്തി. അതോടെ എന്ത് സംഭവിച്ചു? ആളുകൾ യേശുവിലേക്ക് ആകർഷിക്കപ്പെട്ടു. വായിച്ച യോഹന്നാൻ 12:32. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കലേക്ക് ആകർഷിക്കും. എല്ലാവരെയും എങ്കലേക്ക് ആകർഷിക്കും. ഇതാ അന്ന് മുതൽ കാൽവരി ക്രൂശിലെ യാഗത്തെ തുടർന്നാണ് യേശുവിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുവാനായിട്ട് തുടങ്ങിയത്. ആമേൻ. അപ്പൊ നിങ്ങൾ സങ്കല്പിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ കാണേണ്ട കാര്യം എന്ന് പറയുന്നത്, ആ ക്രൂശിലേക്ക് ജനങ്ങള് ഇങ്ങ് വരികയാണ്. മനസ്സിലാകുന്നുണ്ടോ? യേശു ഒരുക്കിയ ആ ജീവനുള്ള പുതിയ വഴിയിലൂടെ ആളുകൾ യേശുവിലേക്ക്, സഭയിലേക്ക് കടന്നു വരികയാണ്. താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭയിലേക്ക് വരികയാണ്. ഒരു ഭാഗത്തേക്ക് വരികയാണ്. ഒരു വേലിയേറ്റം വരുമ്പോൾ കടലിലെ ജലം പുഴയിലേക്ക് വരുന്നത് പോലെ ജനം വരികയാണ് ഇങ്ങോട്ട്. ഗ്ലോറി. ഇതാണ് മാരകമായ മുറിവ്. പക്ഷെ ഇപ്പോഴത്തെ വിഷയം, അത് പുറത്തുപോയി. ആ ഒരു സബ്ജക്റ്റിലേക്കാണ് കടന്നു വരുന്നത്. അത് പുറത്തു കഴിയുമ്പോ ഇതാ തിരിച്ച് വേലിയിറക്കം വരുന്നത് പോലെ ഇതാ വിശ്വാസയാഗത്തിലെ ആളുകൾ തിരിച്ചൊഴുകി ഇതാ ലോകത്തിലേക്ക് പോവുക. ആരെ അനുഗമിക്കാൻ പോവാന്നറിയാമോ? ബീസ്റ്റിനെ, മൃഗത്തെ. അവന് മനുഷ്യന്റെ സോളിനെ കുറിച്ച് ഒരു ചിന്തയും ഇല്ല. ഈ പ്രാവശ്യം ഇതാ ദാവൺകരയിൽ പോയപ്പോ, കഴിഞ്ഞ ആഴ്ചയില് ഇതാ അവിടെ ഞാൻ ചെന്നപ്പോ ഈ HMന്റെ ഇൻവിറ്റേഷനിൽ ഞാൻ നടന്ന് പോയതപ്പോ അവരുടെ സ്കൂളിലെ 22ാമത്തെ ആനിവേഴ്സറി നടക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് അത് അറിയണേ, എൻ്റെ ചീഫ് ഗസ്റ്റിൽ എൻ്റെ പേര് എഴുതിയിട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ചിന്തിച്ചു, ചീഫ് ഗസ്റ്റോ? എനിഹോ ചെന്നു കഴിഞ്ഞപ്പോ എൻ്റെ കൂടെ വരുന്ന വ്യക്തികൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് ഡിസ്ട്രിക്ട് കളക്ടർ, മറ്റതൊന്ന് സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്, പിന്നെ അവിടെയുള്ള വേറൊരാളെന്ന് പറയുന്നത് അവിടെ 300 ഇടവക കുടുംബങ്ങളുള്ള ഒരു ഇടവക കത്തോലിക്ക ചർച്ച് പ്രീസ്റ്റ്. ഇത്രയും പേര് അവിടെ ഉള്ളത്. അപ്പൊ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ റൂമിൽ കൊണ്ടിരുത്തിയപ്പോ ആദ്യം തന്നെ കത്തോലിക്ക പ്രീസ്റ്റ് അവിടെ ഉണ്ട്. ഞാൻ ചെല്ലുന്നതിന് മുമ്പേ അവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ദേവദാസിനെ, എങ്ങനെയാണ് അങ്ങയുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ദൈവത്തിന്റെ ആടുകളുടെ ആത്മീയമായ നിലവാരം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വളരെ ദയനീയമാണ്. വെരി മച്ച് ഷളോ, വളരെ ദയനീയമാണ്. ആളുകൾക്കാർക്കും ദൈവത്തോടൊരു താല്പര്യമൊന്നും ഇല്ല. പിന്നെ വന്നങ്ങ് പോകുന്നേ ഉള്ളൂ. അപ്പോ ഞാൻ അദ്ദേഹത്തോട് അതിന്റെ പരിഹാരം എന്നൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടായി. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് കാൽവരി ക്രൂശിൽ യേശു ചെയ്ത യാഗത്തെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കും. പക്ഷെ യേശു എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തതെന്നുള്ള സുവിശേഷം പറയുന്നുണ്ടോ? ആ സുവിശേഷമാണ് ദൈവശക്തി. അതിലാണ് ഒരു മനുഷ്യൻ ഇതാ കർത്താവിനെ അനുഗമിക്കുവാനുള്ള ആ പവർ അടങ്ങിയിരിക്കുന്നേ. ഇത് അവിടെ പറയുവാനായിട്ട് ഇടയായി. അതായത് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന വ്യക്തി പഠിക്കാനുള്ള കാരണം 4 വർഷം ജയകരമായി പൂർത്തിയാക്കിയാൽ താനൊരു എഞ്ചിനീയർ ആകുമെന്നുള്ള ചിന്തയാണ് അവനത് പഠിക്കുവാനുള്ള പ്രോത്സാഹനം. ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വ്യക്തി 5 വർഷം കഴിയുമ്പോൾ താൻ ജയം പ്രാപിച്ചാൽ താനൊരു ഡോക്ടർ ആകുമെന്നുള്ള ചിന്തയാണ് ആ കഷ്ടപ്പാടുകൾ സഹിക്കുവാനുള്ള കാരണം. ഇവിടെ ഒരുവൻ ആത്മീകമായിട്ട് വളരണമെങ്കിൽ, ആത്മീകമായിട്ട് യേശുവിനെ അനുഗമിക്കണമെങ്കിൽ, ഈ ലോക ജീവിതത്തിന് ശേഷം അവൻ എന്ത് ലഭിക്കുമെന്നുള്ള ആ യേശുവിന്റെ സുവിശേഷം ഇവൻ അറിഞ്ഞെങ്കിൽ മാത്രമേ ഇവൻ അതിലേക്ക് വളരത്തുള്ളൂ. ഈ ലോക ജീവിതത്തിന് ശേഷം ജയിക്കുന്നവൻ എന്നോടുകൂടെ എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്ന്
ഈ ലോകം വാഴുമെന്നുള്ള ആ സന്ദേശം, ആ സുവിശേഷം പറയണം. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, രാജത്വം, കിങ്ഡം നിങ്ങൾക്ക് തരുവാ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചു എന്നുള്ള യേശുവിന്റെ സുവിശേഷം നിങ്ങൾ പറയാതെ കാൽവരി ക്രൂശിൽ യേശു മരിച്ചു, വിശ്വസിക്കൂ, രക്ഷിക്കപ്പെടൂ എന്ന് മാത്രം പറഞ്ഞ്, ഒരുപക്ഷെ നിങ്ങൾ അതും കൂടി പറയുന്നുണ്ടാകത്തില്ല, അത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല വേണ്ടത്. അത് ഇതിലേക്കുള്ള വഴിയാണ്. ഇത് പറഞ്ഞ് കഴിയുമ്പോഴാണ് ഇതാ കളക്ടർ വരുന്നത്. അപ്പൊ കളക്ടർ ഞങ്ങളുടെ റൂമിലേക്ക് കടന്നു വന്നു. ഇപ്പൊ അദ്ദേഹമായിട്ട് സംസാരിച്ചു. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇതാ നിങ്ങൾ ആരാണ്? അപ്പോ ഞാൻ പറഞ്ഞു, ഐ എം എ ലൈഫ് കോച്ച്. ഞാൻ ജീവിതത്തെ ട്രെയിൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പോ സംസാരിച്ചു വന്നപ്പോ അദ്ദേഹത്തെ കുറച്ച് കാണിക്കുന്നതായിട്ട് പെട്ടെന്ന് തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞു, സി ലൈഫ് കോച്ച് മീൻസ് നിങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് ആളുകളെ ഈ ലോകത്തിൽ ജീവിക്കുവാനാണ്. പക്ഷേ ഇതാ യു ആർ ഓൾ പ്രിപ്പയറിംഗ് ഹ്യൂമൻ ബീയിങ്സ് ടു ലീവ് ഇൻ ദ വേൾഡ്, ബട്ട് ഐ ആം പ്രിപ്പയറിംഗ് ഹ്യൂമൻ ബീയിങ്സ് ടു ലീവ് ദ വേൾഡ് ആസ് ആൻ ഓവർകമ്മർ. നിങ്ങൾ ഇവരെ എല്ലാം ഈ ലോകത്ത് ജീവിക്കാനായിട്ട് ട്രെയിൻ ചെയ്യുകയാണ്. പക്ഷേ എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളെ ലോകത്തിൽ നിന്ന് ജയാളികളായി പോകാനായിട്ട് ട്രെയിൻ ചെയ്യുകയാണ്. അതായത് നിങ്ങൾ ഇവരെ സെമത്തേരിക്ക് മുമ്പ് ജീവിക്കാൻ പഠിപ്പിക്കുന്നു, ഞാനിതാ ഇവരെ സെമത്തേരിക്ക് അപ്പുറവും ഇപ്പുറവും ജീവിക്കാൻ പഠിപ്പിക്കുന്നു. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് രക്തം തിളച്ചു. അദ്ദേഹത്തിന് സന്തോഷമായില്ല. കാരണം അവർ ചെറുതായി പോകുന്ന പോലെ ഒരു ഫീലിങ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സംഭവം അദ്ദേഹം പറഞ്ഞാണ് കറക്റ്റ് എന്ന് മനസ്സിലായി. അദ്ദേഹം താഴേക്ക് ഇറങ്ങി വളരെ നോർമലായിട്ട് സംസാരിക്കാനായിട്ട് ഇടയായി. അപ്പോ ഇത് തന്നെ തുടർന്ന് ഇതാ IPS കാരനായ സൂപ്രണ്ടന്റ് അദ്ദേഹം ഡോക്ടറും കൂടിയാണ് കടന്നു വന്നു. അദ്ദേഹത്തോടും പറയാനിടയായി. അദ്ദേഹത്തിന് പെട്ടെന്ന് കാര്യം ക്ലിക്ക് ചെയ്യുവാനായിട്ട് ഇടയായി. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ ലോകത്തിലെ ഭരണവും ആ ഭരണത്തിന്റെ കീഴിലുള്ള സകല ഓഫീസേഴ്സും എന്തേ ചെയ്യുന്നുള്ളൂ? സെമത്തേരിക്ക് മുമ്പുള്ള മനുഷ്യന്റെ ശരീരത്തിന്റെ മുകളിലാണ് അവരുടെ പരിപാടികൾ മുഴുവൻ. അവർ ശരീരത്തെയാണ് കെയർ ചെയ്യുന്നത്. ഒരു മൃഗം ഇതാ ശരീരത്തിന് വേണ്ടി നിൽക്കുന്നത് പോലെ വിവേകമില്ലാത്ത ഭരണം മുഴുവൻ ശരീരത്തിന് വേണ്ടിയുള്ള ഓട്ടമാണ്. മനസ്സിലാവുന്നുണ്ടോ? എ പീസ് ഓഫ് എർത്ത്. ഗ്ലോറി, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന് വചനം പറയുന്നത്, മക്കളെ അതിന് ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ പോരെ, പക്ഷെ നിനക്കത് പോരല്ലോ. യു ആർ സോൾ, നീ ദേഹിയാണ്. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, ദേഹത്തെ കൊല്ലുന്നവനെ നിങ്ങൾ ഭയപ്പെടേണ്ട, ദേഹിയെ കൊല്ലുന്നവനെ പേടിച്ചോളണം. മനസ്സിലാവുന്നുണ്ടോ? അമ്മേ, അപ്പോ വിവേകമുള്ള ഭരണം എന്ന് പറയുന്നത് ദേഹിക്ക് വേണ്ടി കാവൽ നിൽക്കുന്നതാ. ഇതുകൊണ്ടാണ് ദൈവദാസന്മാരെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങൾ ഇവരുടെ ദേഹത്തിന്റെ കാവൽക്കാരല്ല, ഇവർ നിങ്ങളുടെ ദേഹിക്ക് വേണ്ടി ജാഗരിക്കുന്നവരാകയാൽ. ദേഹിക്ക് വേണ്ടി ജാഗരിക്കുന്നവർ, മലയാളം വേണം ആത്മാവെന്ന ആത്മാവല്ല, ദേഹിക്ക് വേണ്ടി ജാഗരിക്കുന്നവർ ആകയാൽ. ഗ്ലോറി, ഹല്ലേലൂയ. അവരെ അനുസരിപ്പിൻ. ദേഹിക്ക് വേണ്ടി അവർ ജാഗരിക്കുന്നത്, ദേഹിക്ക് വേണ്ടി. കാരണം ശരീരം ഇവിടെ പോകാനുള്ളതാണ്, പക്ഷെ ദേഹി അതിന് മരണമില്ല. ഈവൻ രണ്ടാം മരണത്തിലായാലും അതിന് മരണമില്ല. ഗ്ലോറി, ദാറ്റ്സ് എ സെക്കൻഡ് ഡെത്ത്, ദാറ്റ്സ് എവർലാസ്റ്റിംഗ് പണിഷ്മെന്റ്. ഗ്ലോറി, ഹല്ലേലൂയ. അത് മരണത്തിൽ പോയാലും എങ്ങനെയാ? മരിക്കത്തില്ല. ദേഹി മരണത്തിൽ പോയാലും മരിക്കില്ല. ഗ്ലോറി, എവർലാസ്റ്റിംഗ് പണിഷ്മെന്റ്. അതിലേക്ക് നാം കടന്നു പോകരുത്. അപ്പോ നാം മനസ്സിലാക്കേണ്ടത്, ഈ മൃഗഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ദേഹത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഭരണമാണ് മൃഗഭരണം. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പ്ലാനറ്റിലുള്ള ചർച്ചുകളിൽ അനേകവും മൃഗീയമായ ചർച്ചുകളാണ്, മൃഗഭരണത്തിന്റെ കീഴിൽ കിടക്കുന്ന ചർച്ചുകളാണ്. ദേ കോൺസെൻട്രേറ്റ് more about the body. Glory. ആ ബോഡിക്കാണ് ഒരു പ്രാധാന്യം കൊടുക്കുന്നത്. ബോഡിയുടെ ഡെലിവറൻസ്, ബോഡിയുടെ കാര്യങ്ങൾ അത് വേണ്ടെന്നല്ല, അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി. പക്ഷെ സോള് സൂക്ഷിച്ചു കൊള്ളണം, ദേഹിയെ സൂക്ഷിച്ചു കൊള്ളണം. ആ ദേഹിയെ സൂക്ഷിച്ചില്ല എങ്കിൽ ദേഹി എങ്ങനെ സൂക്ഷിക്കുക? ഓൺലി വൺ തിങ്, ബൈ ഫോളോയിങ് ജീസസ് ക്രൈസ്റ്റ്. ഗ്ലോറി, ഹല്ലേലൂയ. യേശുവിനെ അനുഗമിക്കുക. ഇതുകൊണ്ടാ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, യേശുവിനെ അനുഗമിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കാത്ത ഏത് ചർച്ചും ഇറ്റ്സ് ലൈക്ക് എ ബീസ്റ്റ് ചർച്ച്.
അവർ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. ഏതിന്? ബോഡിക്ക്. ബീസ്റ്റ് ചർച്ച്. ദേഹിക്ക് പ്രാധാന്യം കൊടുക്കണം. ദേഹിയ എന്താ ദൈവത്തിന്റെ വചനം പറയുന്നത്? വാട്ട് ഈസ് ദ എൻഡ് ഓഫ് അവർ ഫെയ്ത്ത്? നമ്മുടെ വിശ്വാസത്തിന്റെ അവസാനം എന്താ? ദ സാൽവേഷൻ ഓഫ് അവർ സോൾ. ദേഹിയുടെ സാൽവേഷനാ. ഇതാ ഞാനും നിങ്ങളും എല്ലാം രക്ഷിക്കപ്പെട്ടവരാ. നമ്മുടെ ആരുടെയും ദേഹിയുടെ സാൽവേഷൻ കഴിഞ്ഞിട്ടില്ല. അത് നമ്മുടെ വിശ്വാസത്തിന്റെ അവസാനമാണ് സംഭവിക്കുന്നത്. ഗ്ലോറി. അതിലാണ് നാം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അത് സംഭവിക്കുന്നത് യേശുവിനെ അനുഗമിക്കുമ്പോഴാണ്. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോൾ നമ്മളുടെ തീരുമാനം, ഈ ശബ്ദപരിധിയിലുള്ള ജനവും തീരുമാനിക്കുക, ഇതാ നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങളുടെ ദേഹി ജീവനിൽ കിടക്കണം. ഇതുകൊണ്ടാ കർത്താവ് പറഞ്ഞ, കുഞ്ഞെ നീ ബോഡിക്ക് വേണ്ടി ഓടി ഈ ലോകം മുഴുവൻ നീ നേടി, പക്ഷെ നിന്റെ ദേഹിയെ നഷ്ടപ്പെട്ട നിനക്ക് എന്താ പ്രയോജനം? മനസ്സിലാവുന്നുണ്ടോ? നീ ഓടി, നിനക്ക് ഈ ഭൂമിയിലുള്ള ദേഹവുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ലോകം മുഴുവൻ കിട്ടി, പക്ഷെ നിന്റെ ദേഹി നഷ്ടപ്പെട്ട. മത്തായി 16:26 ഇത് പറയണേ, ശിഷ്യന്മാരുടെ പറയണേ, ഇത് മുഴുവൻ നീ നേടി, നിന്റെ ശുശ്രൂഷ നന്നായിരുന്നു, പക്ഷേ കോൺസെൻട്രേഷൻ ദേഹത്തിലായിരുന്നു. നിനക്ക് അതൊക്കെ കിട്ടി, പക്ഷേ നിന്റെ ദേഹി നഷ്ടപ്പെട്ടാലോ എന്താ പ്രയോജനം? 16:26 എടുത്തെങ്കിൽ ഒന്ന് വായിച്ച്. ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് നേടി? സർവ്വലോകവും നേടി. ഇതാണ് ബീസ്റ്റ് ലൈക്ക് ചിന്ത. മനസ്സിലായോ? ബീസ്റ്റ് ലൈക്ക് ചിന്ത എന്ന് പറയുന്നത് സർവ്വലോകവും നേടുക. ഇതിനു വേണ്ടിയല്ലേ എഡ്യൂക്കേഷൻ? ഈ ഭൂമിയിലെ എഡ്യൂക്കേഷൻ ഇതിനു വേണ്ടിയല്ലേ? അതുകൊണ്ടാണ് ഞാൻ അവിടെ പറയാനിടയാതെ, സാറുമാരെ, നിങ്ങളുടെ എഡ്യൂക്കേഷനൊക്കെ ജനത്തെ ഭൂമിയിൽ ചെമത്തേരിക്ക് മുമ്പ് ജീവിക്കാനേ പഠിപ്പിക്കുന്നുള്ളൂ. പക്ഷെ ഈ എഡ്യൂക്കേഷൻ അങ്ങനെയല്ല. ചെമത്തേരിക്ക് ഇപ്പുറവും ജീവിക്കും, അപ്പുറവും ജീവിക്കും. ഗ്ലോറി. ഇതാ ഈ ഭൂമിയിലെ എഡ്യൂക്കേഷൻ ലോകം നേടാൻ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. കർത്താവ് പറയാം, അങ്ങനെ നീ ലോകം മുഴുവൻ നേടി, ഓക്കെ, പക്ഷെ നിന്റെ ദേഹി നഷ്ടപ്പെട്ടാലോ നിനക്ക് എന്ത് പ്രയോജന? പക്ഷെ ദേഹിക്ക് മറുവലയായി നീ എന്ത് കൊടുക്കും? എക്സ്ചേഞ്ച് വാല്യൂ നീ എന്ത് കൊടുക്കും? എക്സ്ചേഞ്ച് വാല്യൂ എന്ത് കൊടുക്കും? എന്താ എക്സ്ചേഞ്ച് വാല്യൂ? നിങ്ങൾക്ക് അറിയാമല്ലോ. ദേഹിയുടെ എക്സ്ചേഞ്ച് വാല്യൂ ആണ് നമ്മുടെ ഇന്നത്തെ ജീവൻ. മനസ്സിലായോ? ദേഹിയുടെ എക്സ്ചേഞ്ച് വാല്യൂ ആണ് ഇന്നത്തെ ജീവൻ. നമ്മുടെ മരിക്കുന്ന ജീവൻ കൊടുത്താൽ കർത്താവ് മരിക്കാത്ത ജീവൻ ഇങ്ങോട്ട് തരും. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പോ ഇത് മനസ്സിലാക്കി വേണം ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ഓടുവാൻ. ഇത് മനസ്സിലാക്കി വേണം ഓടുവാൻ. ഹല്ലേലൂയ. അതായത് promise of eternal life makes wise people to forsake the life they are given. അതായത് കർത്താവ് യേശുക്രിസ്തുവിന്റെ ദൈവരാജ്യത്തിലേക്കുള്ള വാഗ്ദത്തം ഇന്നത്തെ ജീവനെ വിട്ടുകളയുവാൻ നമുക്ക് പ്രചോദനം തരും. ഇന്നത്തെ ജീവനെ വിട്ടുകളയാൻ പ്രയോജനം തരും. forsake the present life. എന്നിട്ട് എന്ത് ചെയ്യും? നേരത്തെ ശ്രദ്ധിച്ചേ, നേരത്തെ എന്നെ സംബന്ധിച്ച് എൻ്റെ സമയം എന്ന് പറയുന്നത് എനിക്ക് ലോകം നേടണം, പിന്നെ ബാക്കിയുള്ള സമയം പാർക്ക്, ബീച്ച്, ഫാന്റസി പാർക്ക് ഓടി നടക്കുക. ഇപ്പം ഞാൻ എല്ലാ ഭാഗങ്ങളിലും പോയാലും, ഇപ്പോൾ സിംഗപ്പൂർ ഓടുകൂടെയൊക്കെ പോയിട്ട് അവിടെ പാർക്കൊക്കെ കണ്ടു നടക്കും, ഹോങ്കോങ് ഒക്കെ നടന്നെല്ലാം എല്ലാം ഒരു കാഴ്ച കാണുവാനുള്ള വലിയ ഒരാഗ്രഹമാണ്, കാഴ്ച കാണാൻ. പക്ഷേ കർത്താവ് യേശു തൻ്റെ സുവിശേഷം കൊണ്ട് എന്നെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? എനിക്ക് പിന്നെ ഇതൊന്നും വേണ്ട. ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജീവിതം ഇത് ടെമ്പററിയാ, ഇത് മരിക്കുന്ന ജീവിതമാ. ഇറ്റ്സ് എ ഡൈയിങ് ലൈഫ്. കർത്താവ് ഓഫർ ചെയ്ത് എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറയുന്നത്, കർത്താവ് പറയുന്നത്, ഇഫ് യു ഗീവ് യുവർ ഡൈയിങ് ലൈഫ് ഐ വിൽ ഗീവ് ദ എവർലാസ്റ്റിംഗ് ലൈഫ്. നിന്റെ മരിക്കുന്ന ജീവൻ ഇങ്ങോട്ട് തരിക എങ്കിൽ ഇതാ ഞാൻ മരിക്കാത്ത ജീവനെ നിനക്ക് അങ്ങോട്ട് തരാം.
ഗ്ലോറി. ഇതാണ് ആ ഓഫർ. ഈ ഓഫർ കിട്ടിയപ്പോ ഞാൻ ഇപ്പൊ എന്താ ചെയ്യണേ? എനിക്കിപ്പോ വീഡിയോ കാണണ്ട, സിനിമ കാണണ്ട, TV ഓൺ ചെയ്യണ്ട. തോംസണിൽ പോയി എന്റെ രജിസ്ട്രേഷൻ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്, തോംസൺ റാഫ വീഡിയോയിൽ. അങ്ങോട്ടേക്ക് പോകണ്ട. എനിക്ക് ഈ ലോകത്തിലൊന്നും വേണ്ട. കാരണം എനിക്കിത് മനസ്സിലായി ഈ അവസ്ഥ എന്താണ് എന്നുള്ളത്. പിന്നെ ബിസിനസ്സോ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു പീസ് 90-95 കിലോ ഉള്ള ഈ ഭൂമിയുടെ കഷ്ണത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഓടിയിട്ട് എന്തിനാ? ഇത്രേ ഉള്ളൂ. പകരം ഇതാ ഈ ജീവിതത്തിൽ നിന്ന് സമയത്തെ അടർത്തിയെടുത്ത് ബോഡിയെ അല്ല സോളുകളെ നേടാൻ ഓടിയാൽ, ദൈവത്തിന് വചനം പറയുന്നു, ബുദ്ധിമാനായവൻ അവൻ ബോഡിയെ നേടുന്നല്ല, അവൻ സോളിനെ നേടുന്നു. സോളിനെ നേടാൻ പോയാൽ എനിക്ക് അതൊക്കെ സെമിത്തേരിയുടെ അപ്പുറം കയറ്റാം. ബോഡിയിൽ വിതയ്ക്കുന്നതൊന്നും സെമിത്തേരിയുടെ അപ്പുറം പോകില്ല. ഇതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യാഞ്ഞത്, ബിൽഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യാഞ്ഞ്, ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാഞ്ഞ്, ഈ ലോകത്തിലെ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ തന്റെ സമയം മുഴുവൻ കർത്താവ് സോളിൽ ഇൻവെസ്റ്റ് ചെയ്തു, ഹ്യൂമൻ സോളുകളിൽ ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ട് പറയുകയാണ്, കുഞ്ഞെ നീ ലോകം മുഴുവൻ നേടിയിട്ടും സോള് പോയ എന്താ കാര്യം? സോളല്ലേ നേടണ്ടേ? ഗ്ലോറി, ഹല്ലേലൂയ. ഇത് അങ്ങനെയുള്ള ബുദ്ധിയുള്ള ബിസിനസ്സുകാരെന്ന് പറയുന്നേ സോള് നേടാൻ വേണ്ടി ഓടുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു പ്ലാൻ ചെയ്തിരിക്കുക, മാസത്തിൽ 10 days കംപ്ലീറ്റ് ആയിട്ട് ഗ്ലോറി ഇതിലേക്ക് മാറ്റി വയ്ക്കുക, കംപ്ലീറ്റ്. മറ്റത് ബാക്കിയുള്ള ദിവസങ്ങൾ പാർഷ്യലായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് ഇൻ എ മന്ത് അറൗണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിയർ ടു 20 days ഇതിലേക്ക് മാറിപ്പോകും. ഗ്ലോറി, 10 days കംപ്ലീറ്റ്. കാരണം ഇത് ഞാൻ കണ്ടു, ഇത് മനസ്സിലാക്കി. ഇനി തുടർന്ന് ദൈവം കേടിയതനുസരിച്ച് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോ നാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിഡ്ഢിയായ ഒരു വ്യക്തിയാണെങ്കിൽ, ഇവിടെ എഴുതിയിരിക്കുന്നത് foolish keep on giving feast to their bodies, wise forsake their life in the altar of gaining souls to heaven. വിഡ്ഢിയായ ഒരു വ്യക്തി എന്ത് ചെയ്തോളൂ? തന്റെ ബോഡിക്ക് എപ്പോഴും ഫീസ്റ്റ് കൊടുത്തോണ്ടേയിരിക്കും. ഫീസ്റ്റ്, ഇവിടെ ഫീസ്റ്റ്, അവിടെ ഫീസ്റ്റ്. ഇത് ഏതാ ഈ ഫീസ്റ്റ് എന്ന് പറയുന്നത്? കൺമോഹം, ജഡമോഹം, ജീവിതത്തിന്റെ പ്രതാപം. ഇത് കൊടുത്തോണ്ടേയിരിക്കും. ഗ്ലോറി, ഇന്നേ അവർ പിടിക്കപ്പെടും. എന്നാൽ ബുദ്ധിമാനായ മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാമോ? ഇതാ അദ്ദേഹം തന്റെ ജീവനെ, സോളുകളെ നേടുവാൻ വേണ്ടി സമയം സ്പെൻഡ് ചെയ്യും. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോ പ്രിയ ദൈവത്തിന്റെ ജനമേ, നാം മനസ്സിലാക്കണം, നമ്മൾ ഓടുന്നത് വെറും 100 കിലോ താഴെയുള്ള ഈ ഒരു പീസ് എർത്തിന് വേണ്ടി നമ്മൾ ഓടി അവസാനിപ്പിക്കരുത്. അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാ അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഈ മർമ്മം നമ്മളെ എന്ത് ചെയ്യും? നമ്മളെ ഒരു ബീസ്റ്റിന്റെ തലത്തിൽ കെട്ടിയിടും. ഇതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഇവന്റെ ചേട്ടനുണ്ട്. ആര്? ഈ മൃഗത്തിന്റെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ മൃഗത്തിന് അധികാരം കൊടുത്തതാരാ? സർപ്പമാ കൊടുത്തേ. ഈ സർപ്പത്തിനുണ്ട് 7 തല. ഈ പുള്ളിക്കാരൻ എന്താ ചെയ്യുന്നറിയാമോ? ഞങ്ങൾ ഇന്നലെ റാസൽ കമ്മ ചർച്ചിൽ ഡിസ്കസ് ചെയ്തതാണത്. ഈ പുള്ളിക്കാരൻ ചെയ്തെന്ന് പറയുന്നത്, ഈ പുള്ളിക്കാരന് വേറെ ഒന്നിനെയും വേണ്ട. ബീസ്റ്റായിട്ട് ഒരു കൂട്ടം നിന്നാൽ അവനെ വേണ്ട. ബീസ്റ്റ് തലത്തിൽ നിങ്ങൾ ബോഡി നോക്കിക്കൊണ്ടങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോഡി തലത്തിലുള്ള വർഷിപ്പും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവന് വേണ്ട. പക്ഷേ നിങ്ങൾ ദേഹീയ തലത്തിലേക്ക് ഉയർന്നാൽ ഉടനെ തന്നെ അവരെ തിന്നുകളയുന്ന ഒരു സംവിധാനം, ലോക സംവിധാനം ആവിഷ്കരിച്ചു വെച്ചിരിക്കുകയാണ് പിശാച്. ഇത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വെളിപ്പാട് പുസ്തകം 12 1 മുതൽ വായിച്ചാട്ടെ. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി, സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽ കീഴെ ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവുകിട്ടി വേദനപ്പെട്ടു നിലവിളിച്ചു. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി,
7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം. ഇവിടെ സർപ്പമാണ്, മറ്റത് മൃഗമാണ്. ഈ സർപ്പമാണ് മൃഗത്തിന് അധികാരം കൊടുക്കുന്നത്. മൃഗം ഭൂമിയിൽ വാഴുന്ന സംവിധാനമാണ്, ഭൂമിയിൽ വാഴുക. സർപ്പത്തെ കാണാൻ പറ്റത്തില്ല. സർപ്പം പിശാചാണ്, അതിനെ കാണാൻ പറ്റില്ല. ഗ്ലോറി ടു ഗോഡ്. താഴേക്ക്. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞുകളഞ്ഞു. ഇത് ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഈ സർപ്പം എന്ത് ചെയ്തു? ഭൂമിയിലേക്ക് എറിഞ്ഞുകളഞ്ഞു. എന്തിനാണ് എറിഞ്ഞു കളഞ്ഞത്? താഴേക്ക്. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. ശ്രദ്ധിച്ചേ, വേറെ ഒന്നും വേണ്ട. എന്താ ഈ സർപ്പത്തിന് വേണ്ടേ? കുട്ടിയെ മതി, ആൺകുട്ടിയെ മതി. അതിനുവേണ്ടി എന്ത് ചെയ്തു? ആകാശത്തിലെ സൈന്യം, നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദൈവത്തിന്റെ അല്ലെങ്കിൽ പൈശാചിക ദൂതന്മാരെ ഈ പറയുന്നത്. പിശാചിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം പൈശാചിക സേനയെ അവൻ മണ്ഡലം മാറ്റി ഭൂമിയിലേക്ക് എറിഞ്ഞു. ഭൂമിയിൽ ഒരു സിസ്റ്റത്തെ വിന്യസിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ സിസ്റ്റത്തെ വിന്യസിച്ചിരിക്കുന്നേ? ഈ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങണം. അങ്ങനെയുള്ള പൈശാചിക സേനകൾ കൂടി ഒരുക്കിയിട്ടിരിക്കുന്ന സംവിധാനമാണ് ഈ ലോക സിസ്റ്റം, ലോക സംവിധാനം. ഇതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പറഞ്ഞ ലോകത്തെയോ ലോകത്തിലുള്ളതിനെയോ നീ സ്നേഹിക്കരുത്. ഗ്ലോറി. ഇതാ ആ സ്ത്രീ. ആരാണ് സ്ത്രീ? ഇത് പലർക്കും സംശയം, ഇത് തർക്കമാണ്. സ്ത്രീ ആരാണെന്ന് ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കത്തോലിക്ക സഭയിലാണ്. കത്തോലിക്ക സഭ പറയുന്ന മറിയമാണ് സ്ത്രീ എന്നാണ്. അതിനുശേഷം വന്ന് കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ചത് ഇസ്രായേലാണ് സ്ത്രീ എന്നാണ്. തുടർന്ന് മനസ്സിലാക്കാൻ പറയുന്ന ഒരു കൂട്ടർ പറയുന്ന സഭയാണ് സ്ത്രീ എന്നാണ്. ഇതാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തേനോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല. മറിയാണ് സ്ത്രീ എന്നുള്ളത്. പിന്നെ രണ്ടാമത്തതും മൂന്നാമത്തിനോട് യോജിക്കാം. കാരണം ഈ സ്ത്രീയിൽ ഇസ്രായേൽ മക്കളും ഉണ്ട്, ജാതികളും ഉണ്ട്. കാരണം സഭയാണ് ഈ സ്ത്രീ. സഭയിലെ ആദ്യത്തെ ആളുകൾ ആരാ? സഭയിലെ ആദ്യത്തെ ആളുകൾ ആരാ? കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, എന്നെ പിതാവ് ഇസ്രായേൽ ജനത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് അല്ലാതെ വേറെ എങ്ങോട്ടേക്കും അയച്ചിട്ടില്ല. സഭയിലെ ആദ്യത്തെ ആളുകൾ ഇസ്രായേൽ മക്കൾ മാത്രമാ. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരാരാ? ഇസ്രായേൽ മക്കളാ. ഗ്ലോറി. ഹല്ലേലൂയ. പക്ഷേ തുടർന്ന് യേശു പറഞ്ഞു, ഈ ആട്ടിൻകൂട്ടത്തിൽ പെടാത്ത വേറെ ആടുകളും കൂടെ എനിക്ക് ഉണ്ട്. അതാണ് ജാതികൾ. അപ്പൊ ആരും കൂടി ഉണ്ട്? ഇസ്രായേൽ മക്കൾ ഒരു സൈഡില്, ജാതികൾ വേറൊരു സൈഡില്. ഗ്ലോറി. ഇതുകൊണ്ടാ ദൈവത്തിന്റെ വചനം പറയുന്നത് ഇസ്രായേൽ മക്കൾ സമീപസ്ഥർ, ജാതികൾ ദൂരസ്ഥർ. അവൻ സമീപത്തുള്ളവരെയും ദൂരത്തുള്ളവരെയും തന്നിൽ ഒരു പുതിയ മനുഷ്യനായി ക്രൂശിൽ വെച്ച് എന്ത് ചെയ്തു? തന്നിൽ ഒരു പുതിയ മനുഷ്യനായി സൃഷ്ടിച്ചു. ആ പുതിയ മനുഷ്യനാണ് ഈ സഭാസ്ത്രീ. അതായത് ഇസ്രായേൽ മക്കളിൽ നിന്നും ജാതികളിൽ നിന്നും ഇവർ രണ്ടുപേരെയും, ദൂരത്തുള്ളവരെയും സമീപത്തുള്ളവരെയും ഒന്നാക്കി താൻ ക്രൂശിൽ വെച്ച് ഇതാ തൻ്റെ രക്തത്താൽ സഭയെ സമ്പാദിച്ചു. ഇനി ആ സഭയിൽ നിന്നാണ് ആ ഒരൊറ്റ മനുഷ്യൻ ഉടലെടുക്കേണ്ടത്. ആര്? ഈ ശിശു. ആ ശിശു ഒരു ബേബി ബോയ് അല്ലെങ്കിൽ ബേബി ഗേൾ അല്ല. ഇംഗ്ലീഷ് ബൈബിൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്നു, ഇറ്റ്സ് എ മാൻ ചൈൽഡ്. മാൻ ചൈൽഡ്, ഒരു മനുഷ്യനാണ്. പക്ഷെ സ്വഭാവം ആരുടെയാ? ചൈൽഡിന്റെ സ്വഭാവമാണ്. നിങ്ങൾ തിരിഞ്ഞ്, ആര്? ശിഷ്യന്മാർ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ വലിയവനാണൊക്കെ നിൽക്കട്ടെ, സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ല. അപ്പോ ഇതാ ഈ ഒരു സംവിധാനം ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ശിശുവിനെ വിഴുങ്ങാൻ ആരാ മുമ്പിൽ നിൽക്കണമെന്ന് അറിയാമോ നിങ്ങൾക്ക്? 7 തലയുള്ള
സർപ്പം. 7 തലയുള്ള സർപ്പം നിൽക്കുകയാ. അതായത് തുടക്കം മുതൽ ഇന്ന് വരെ, അതായത് ഭൂമിയുടെ ഉൽപ്പത്തി മുതൽ ഇന്ന് വരെ പിശാചിന്റെ ലക്ഷ്യം എന്താ? ഒറ്റ ലക്ഷ്യമുള്ളൂ. ഈ ശിശു ജനിച്ചാൽ എങ്ങോട്ടൊക്കെ പോണെന്നറിയാമോ? അവിടെ എഴുതിയിരിക്കുക, ദൈവത്തിന്റെ സിംഹാസനത്തിലേക്കും. എടുത്തിങ്ങൊന്ന് വായിച്ചോ. ദൈവത്തിന്റെ സിംഹാസനത്തിലേക്ക് സകല ജാതികളെയും ഇരുമ്പ് ദണ്ട് കൊണ്ട് മേയ്ക്കാനുള്ള ഒരു ആൺകുട്ടിയെ അവൾ പ്രസവിച്ചു. പ്രസവിച്ച ഉടനെ ശിശു സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു. ദൈവത്തിന്റെ, വായിച്ചേ. അവൾ സകല ജാതികളെയും ഇരുമ്പ് കോൽ കൊണ്ട് മേയ്പ്പാനുള്ളൊരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കിലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. കണ്ടോ, കുട്ടിയുടെ സ്ഥലം അങ്ങോട്ടാക്കാ? അപ്പന്റെ വീട്ടിലേക്ക്. കൊരണ്ടിപ്പലകയിലോ കസേരയിലോ ഇരിക്കാനല്ല പോണേ, സിംഹാസനത്തിൽ ഇരിക്കാനാ പോണേ. ആ കുട്ടിയെയാണ് ആര് നോക്കിക്കൊണ്ടിരിക്കണേ? സർപ്പം. ഈ ലോക സിസ്റ്റം പിടിക്കാൻ തോന്നുന്നത്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ആത്മീയമായിട്ട് വളരാൻ പറ്റാത്തത്. സഭയിലാണ്, സ്ത്രീയിലാണ്, സ്ത്രീയിലായിട്ടും ആ കുഞ്ഞിലേക്ക് രൂപപ്പെടാൻ പറ്റാത്തതിന്റെ കാരണം ഈ സർപ്പം ഇതുപോലെ മുമ്പിൽ, ഈ ലോക സിസ്റ്റം ഇതുപോലെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ടാണ് വളരാനായിട്ട് പറ്റാത്തത്. അതുകൊണ്ട് ഒരു സ്ത്രീ ആയിരിക്കാതെ ഒരു മാൻ ചൈൽഡ് ആകാൻ നോക്കിക്കൊള്ളുക. ഒരു സ്ത്രീ ആയിരിക്കാതെ, അതായത് വിളിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിൽക്കാതെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലേക്ക് മാറിക്കൊള്ളണം. വിളിക്കപ്പെട്ടവർ അനേകരാ, തെരഞ്ഞെടുക്കപ്പെടുന്നവർ ചുരുക്കമാണ്. അതുകൊണ്ടൊരു സ്ത്രീ ആയിരിക്കാതെ മാൻ ചൈൽഡ് ആകുക. സ്ത്രീ എന്തിനു വേണ്ടിയാ? ദൈവവചനം പറയുന്നു, സ്ത്രീ സഹായത്തിന് വേണ്ടിയാ. ഹവ്വയെ എന്തിനാ സൃഷ്ടിച്ചേ? സഹായത്തിന് വേണ്ടിയാ. പക്ഷെ പുരുഷനെ ഉണ്ടാക്കി എന്തിനു വേണ്ടിയാ? വാഴാൻ വേണ്ടിയാ. ഗ്ലോറി. അതുകൊണ്ടൊരു സ്ത്രീ ആയിരിക്കാതെ ഒരു മാൻ ചൈൽഡ് ആയിക്കൊള്ളുക. ഗ്ലോറി ടു ഗോഡ്. ആമേൻ. വുമൻ ഈസ് ടു ഹെൽപ്പ്, ബട്ട് മാൻ ഈസ് ടു റൂൾ. മനസ്സിലാവുന്നുണ്ടോ? തെറ്റിദ്ധരിക്കരുത് സഹോദരിമാരെ. ശരീരത്തിലെ കാര്യമല്ല ഈ പറയുന്നത്. ഗ്ലോറി. നമ്മുടെ അകത്തളത്തിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഗ്ലോറി സഹോദരിമാര്. അതായത് സ്ത്രീയെ ദൈവം ഉണ്ടാക്കിയത് സഹായിക്കാനാണ്, പുരുഷനെ ദൈവം ഉണ്ടാക്കിയത് ഭരിക്കാനാണ്. സഭയെ ആരായിട്ട് ഉപമിച്ചിരിക്കുന്നേ? പുരുഷനായാലും സ്ത്രീ ആയാലും സഭയിലുള്ളവരൊക്കെ ആരാ? സ്ത്രീയാ. ഒരു സ്ത്രീ ആയിരിക്കാതെ ഒരു പുരുഷനായി ഇതാ അവിടെ നമ്മൾ രൂപാന്തരപ്പെടണം. അമ്മേ, അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട് നാം വിശ്വസിക്കുന്ന ഏവർക്കും സ്ത്രീയാകാനുള്ള അധികാരമല്ല തന്നത്, ദൈവത്തിന്റെ പുത്രനാകാനുള്ള അധികാരം തന്നിരിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ഈ നാളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഗ്ലോറി. ഹല്ലേലൂയ. ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അപ്പോ ആ അധർമ്മത്തിന്റെ മർമ്മമാണ് നമ്മളെ ആത്മീയമായിട്ട് വളരാൻ സമ്മതിക്കാതെ പിടിച്ച് കെട്ടുന്നത്. അതുകൊണ്ട് ഈ ലോകത്തെ നാം ജയിക്കണം. ലോകത്തെ ജയിക്കണമെങ്കിൽ ദൈവത്തിന് ജനിക്കുന്ന വചനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലോകത്തെ ജയിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അനുദിനം ദൈവത്തിൽ നിന്ന് വചനം ലഭ്യമാകുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ജാഗരിക്കുക. ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാ ആ ശിശു എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ഒരു കൂട്ടൻ ജനമാ. അതിന്റെ അവസാന വാക്കിൽ അത് എഴുതിയിട്ടുണ്ട്. ഒരു വ്യക്തിയല്ല. യേശുവിൽ മാത്രം അവസാനിപ്പിക്കരുത്. നമ്മൾ യേശു ആണെന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കും. യേശുവിൽ മാത്രമല്ല, യേശു ആണ് ആദ്യ ഫലം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യ ഫലം വന്നു കഴിഞ്ഞു. തുടർന്ന് യേശുവിലുള്ളവർ. അതുകൊണ്ടാണ് ആ വചനം പറയുന്നത്. ലാസ്റ്റ് ഭാഗം വായിച്ച് 12 ലാസ്റ്റ്. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. മഹാസർപ്പം എന്ത് ചെയ്തു? സ്ത്രീയോട് കോപിച്ചു. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യം ഉള്ളവരുമായി അവളുടെ സന്തതി എന്ന് വെച്ചാൽ ഒരാളെ ഉള്ളൂ, സിംഗുലർ. സന്തതിയിൽ ശേഷിപ്പുള്ളവർ പ്ലൂരൽ. മനസ്സിലായോ? ബഹുവചനം. സന്തതി ഏകവചനം, ശേഷിപ്പുള്ളവർ ബഹുവചനം. അപ്പോ ഒരാളാണ്, പക്ഷേ അതിന്റെ ഉള്ളിൽ ജയം പ്രാപിച്ച അനേകരുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ജയം പ്രാപിച്ച അനേകരുണ്ട്. അവരുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവർ. ആ സന്തതിയുടെ പ്രത്യേകത എന്താ? ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യം ഉള്ളവരുമാണ് അവളുടെ സന്തതി. ഇതുകൊണ്ടാണ് സഭയെക്കുറിച്ച് വെളിപ്പാട് 2:26-27 പറയുന്നത്, യേശുക്രിസ്തു ആണ് പറയുന്നത്, ജയിക്കുന്നവൻ എന്നോടുകൂടെ ഇതാ ഇരുമ്പ് ദണ്ട് കൊണ്ട്
രാജ്യങ്ങളെ, രാഷ്ട്രങ്ങളെ, മലയാളത്തിൽ ജാതികളെ എന്നാണ്, രാഷ്ട്രങ്ങളെ, നേഷൻസിനെ വാഴുവാനായിട്ട് ഇടയാകും. 2:26-27 സഭയോടാണ് പറയുന്നത്. അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവൻ എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ യേശു പറയുന്നേ. അപ്പൊ യേശു പറയാണ്, ഞാൻ രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കും. അവൻ ഇരുമ്പ് കോൽ കൊണ്ട് ആ രാഷ്ട്രങ്ങൾ എന്ത് ചെയ്യും? മേയ്ക്കും. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതാ യേശു വാഗ്ദത്തം ചെയ്യുകയാണ്, ഞാൻ ജയിച്ചു, എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നു ആദ്യ ഫലമായി. ഇനി ഇതാ ജയിക്കും, നിങ്ങൾ ജയിച്ചാൽ നിങ്ങളെ ഞാൻ എന്നോടൊപ്പം ഇരുത്തും. അതിന്റെ 3:21 കൂടി പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ എന്നോടൊപ്പം, സഭയോടാണ് പറയുന്നത്, ഇരുത്തിയിട്ട് ഇതാ നമ്മൾ ഒരുമിച്ച് രാഷ്ട്രങ്ങളെ വാഴുവാനിടയാകും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ കാലിന്റെ അവിടെയല്ല, കസേരയിലല്ല, സിംഹാസനം, ഇത് ത്രോൺ ബിസിനസ്സാ, സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. അപ്പൊ ആദ്യം സിംഹാസനത്തിലേക്ക് പോയത് യേശുവ. ആ കുട്ടി ഒരു കളക്ഷനാ, ജയം പ്രാപിച്ച വ്യക്തികളുടെ കളക്ഷനാണ് ആ ഒരു ശിശു. ശിശു എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ മാൻ ചൈൽഡ്. ആദ്യത്തെ യേശുവാണ്. തുടർന്ന് യേശുവിനെ അനുഗമിച്ച് യേശു ജയിച്ചതുപോലെ ജയിക്കുന്നവരാണ് കൂടെ പോകുന്നത്. ഒരുമിച്ച് ഇതാ ഈ ഭൂമിയെ വാഴാൻ പോവുകയാണ് നിത്യം നിത്യം നിത്യം. ഗ്ലോറി. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. അതിന്റെ ലക്ഷ്യം വേറെ ഒന്നുമല്ല. കുഞ്ഞേ, നീ ജയം പ്രാപിക്കരുത്. നീ സഭയിൽ ചേർന്നു. നീ ജയം പ്രാപിച്ച് നീ ഒരു മാൻ ചൈൽഡായിട്ട് രൂപാന്തരപ്പെടരുത്, ഒരു ദൈവപുത്രനായിട്ട് നീ വെളിപ്പെടരുത്. അപ്പൊ ഈ നാൾ ഇതൊരു ചലഞ്ചായിട്ട് എടുക്കുക. ലോകത്തിലെ സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, ഇതാ കർത്താവിൽ വളരെ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ദിവസവും ദൈവത്തിന്റെ വചനം കിട്ടാതെ ഞാൻ എൻ്റെ റൂമിൽ നിന്ന് വെളിയിലിറങ്ങത്തില്ല. കർത്താവെ എന്നോടങ്ങ് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസ്ഥാനത്ത് നിങ്ങൾ ജാഗരിക്കുന്നു. ദൈവം നിങ്ങൾക്ക് വചനം തരും. കാരണം ഇത് നമ്മുടെ അഭിപ്രായമല്ല, വചനം തരണമെന്നുള്ളത് കർത്താവിന്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിപ്പിൻ, അന്നുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. അതിന്റെ അർത്ഥം ഇത് റെഡിയാണോ? ഗ്ലോറി. ഞാൻ അനുഭവിക്കുന്ന ദിവസം ഞാൻ അനുഭവിക്കുന്നതാണ് നിങ്ങൾ സ്ക്രീനിലും സംസാരത്തിലൂടെ കേൾക്കുന്നത്. ഗ്ലോറി. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഭൂമിയും പണിയും കഴിഞ്ഞു പോകും, നിലനിൽക്കും തൻ വചനം. മരണം മാറും, നാം വാഴും ജീവനിൽ തൻ കൂടെ യുഗയുഗമാ. ഭൂമിയും പണിയും അഴിഞ്ഞു പോകും, നിലനിൽക്കും തൻ വചനം. മരണം മാറും, നാം വാഴും ജീവനിൽ തൻ കൂടെ യുഗയുഗമാ. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം